വൈകാജ് എവിടെ സ്ഥലം? ഓ കേൾക്കാം സാർ. കേൾക്കാം അല്ലേ? പേര് സ്ഥലം പറ. പേര് വൈകാജി, കൊല്ലം അഞ്ചലിൽ നിന്നാണ് വരുന്നത്. പഠിക്കുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓ 4ാം ക്ലാസ്സിലെത്തിയില്ലേ? ഇപ്പൊ സ്കൂളിൽ പോവാറുണ്ടോ? ഇപ്പോഴ് സ്കൂളിൽ പോവാറില്ലല്ലോ. ക്രിസ്മസ് അവധിയാ. ക്രിസ്മസ് അവധിയാണല്ലോ. ഞാൻ കൈയെടുത്തേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പ്രോഗ്രാം തുടങ്ങാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വൈറ്റ് ടോക്സ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന്റെ 30ാമത്തെ എപ്പിസോഡാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് തന്നെ ഞാൻ ഈ പ്രോഗ്രാമിന്റെ ആങ്കറായ ആവണി കൃഷ്ണയ്ക്ക് പ്രോഗ്രാം മുന്നോട്ട് നയിക്കാനുള്ള അനുവാദം നൽകുകയാണ്. ആവണി, പ്ലീസ് വെൽക്കം. വൈറ്റ് ടോക്സിന്റെ 30ാമത്തെ എപ്പിസോഡ് റിലീസ് ചെയ്യുന്ന ഈ ഇവന്റിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ആവണി കെ കൃഷ്ണ. ഞാനാണ് ഈ ഇവന്റിലെ അവതാരിക. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ബിനോയ് സാറിനോടും വിനിത മാമിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെ പേരിലും വൈറ്റ് ടോക്സിന്റെ പേരിലും നല്ലൊരു ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നു. ഇന്നത്തെ വൈറ്റ് ടോക്സ് എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് സങ്കീർത്തനയാണ്. എപ്പിസോഡ് റിലീസ് ചെയ്യുന്നത് പ്രൊഫസർ ടി ശോഭീന്ദ്രൻ സാറാണ്. സല്യൂട്ട് ആൻഡ് അച്ചീവറായിട്ട് എത്തിയിരിക്കുന്നത് എന്റെ സ്വന്തം നാട്ടുകാരിയായ ദാൻവി ഉമേഷ് ആണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ ഇവന്റിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇന്നത്തെ ടൈം ഷെഡ്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യാനായി വൈറ്റ് ടോക്സിന്റെ ഒരു മിടുക്കി വൈശാമ്പായിട്ടുള്ള അനഘ സൂരജ് നായറിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം അനഘ സൂരജ് നായർ. Thank you, Chechi. Hello everyone. I'm wishing you all a Merry Christmas. I'll be explaining today's event timings and time schedules. So let's move on. This event's anchor is Vice-Champ Avani K. Krishna from Alapura. I will be providing today's time manager's report, and I have 2 to 3 minutes. The prayer is by Vice-Champ Ashwin Sam from Ernakulam, 2 to 3 minutes. The welcome speech is by Vice-Champ Aishan from Kollam, 2 to 3 minutes. The leader's report is by Vice-Champ Alfia from Alapura for 2 to 3 minutes. The founder's address is by Vinay Uncle, the founder of White Talks, for 2 to 3 minutes. The guest speech is by Professor T. Shubhendran, an environmentalist and actor, for 30 minutes. Today's White Talks 30th episode release is by our guest, Professor T. Shubhendran. 30th episode of White Talks is by Sankirtana B. from Kollam, and the host is Sitara from Alapura for 45 minutes. Announcing the Wise Today's contributor of the week for 2 minutes. The World Star announcement by Vice-Champ Rohit Shibu from Trivandrum for 2 minutes. The Salute Achiever by Dhanvi Amish for 20 minutes. The interactive session with the guests for 13 minutes. And last but not least, the vote of thanks by our Vice-Champ Nadia Nawaz from Kollam for 2 to 3 minutes. Over to you, Avani Chechi. താങ്ക് യു അനഘ. അടുത്തതായി ഈശ്വര പ്രാർത്ഥനയാണ്. പ്രയർ ചെയ്യാനായി വൈസ്-ചാമ്പ് അശ്വിൻ സാമിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അശ്വിൻ. Thank you.
കൈകൂപ്പി മുന്നിൽ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലോ കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടപ്പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ മുന്നിൽ ഈവനാണി മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലോ കാരണനായുള്ള തമ്പുരാനേ. കാരണനായുള്ള തമ്പുരാനേ. കാരണനായുള്ള തമ്പുരാനേ. താങ്ക് യു. താങ്ക് യു അശ്വിൻ. അടുത്തതായിട്ട് വെൽക്കം സ്പീച്ച് ആണ്. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാനായി വൈസ് ചാമ്പായിട്ടുള്ള ഐഷ എന്നിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഐഷ. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. എന്റെ പേര് ആയിഷായൻ. ഇന്നത്തെ ഈ മീറ്റിംഗിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയ ഈ മീറ്റിംഗിൽ 30ാമത്തെ എപ്പിസോഡ് റിലീസ് ചെയ്യുന്നതിനാണ്. ഈ ഒരു മീറ്റിംഗിൽ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും അഭിനേതാവുമായ പ്രൊഫസർ ടി ശോഭീന്ദ്രൻ സാറിനെയാണ്. സാറിനെ ഹൃദയമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സല്യൂട്ട് ആൻഡ് അച്ചീവറായ നമ്മുടെ ഒപ്പം ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും നേടിയ ഡാൻബി ഉമേഷിനെ ഞാൻ ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തുള്ള എല്ലാ രക്ഷകർത്താക്കളെയും പ്രിയ സുഹൃത്തുക്കളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ പേരിൽ ഹൃദയ സ്വാഗതം. താങ്ക് യു ഐഷ. കഴിഞ്ഞ ആഴ്ചയിലെ ലീഡേഴ്സ് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ആൽഫിയ. നമസ്കാരം ആവണി. നമ്മുടെ ആൽഫിയക്ക് എന്തോ നെറ്റ് പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആൽഫിയ മെസ്സേജ് ലീഡർ റിപ്പോർട്ട് അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ പ്ലേ ചെയ്യാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആൽഫിയ നാസർ ആണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. വൈറ്റ് ടോക്സിൻ്റെ ലാസ്റ്റ് വീക്കിലെ ലീഡർ ഞാനായിരുന്നു. വൈറ്റ് ടോക്സിൻ്റെ ലീഡർ ആകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടയാണ്. അതേപോലെ തന്നെ ഞാൻ വൈറ്റ് ടോക്സിലെ ലീഡർ ആയപ്പോൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഞാൻ ഓരോ കുട്ടികളോടും പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് അവരുടെ ബെസ്റ്റ് അവർ കോപ്പറേറ്റ് ചെയ്തു. അതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. അതേപോലെ വൈറ്റ് ടോക്സിൻ്റെ ലീഡർ ആയപ്പോൾ എനിക്ക് പല പുതിയ കാര്യങ്ങളും അറിയുവാൻ കഴിഞ്ഞു. എൻ്റെ ഉള്ളിലെ ആത്മവിശ്വാസം എനിക്ക് വളരെയധികം ഉയർത്താൻ കഴിഞ്ഞു വൈറ്റ് ടോക്സിൻ്റെ ലീഡർ ആയപ്പോൾ. അതിലുപരി വൈറ്റ് ടോക്സിൻ്റെ ലീഡർ ആയപ്പോൾ ഒരു ലീഡർ എങ്ങനെയായിരിക്കണം, ഒരു ലീഡറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിൽ അതിൻ്റെയൊക്കെ ഒത്തിരി എനിക്ക് അറിവുകൾ നേടാൻ കഴിഞ്ഞു. എല്ലാവരും എൻ്റെ അടുത്ത് കൂടുതൽ കോപ്പറേറ്റ് ചെയ്തതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഞാൻ വൈറ്റ് ടോക്സിൻ്റെ ലീഡർഷിപ്പ് എൻജോയ് ചെയ്തു. എൻ്റെ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്തു. അതിലെല്ലാവരും എൻ്റെ അടുത്ത് കോപ്പറേറ്റും ചെയ്തു. പിന്നെ
ഒരു വൈറ്റ് ടോക്സിൻ്റെ ലീഡർ ആകുമ്പോൾ ഓരോ പ്രോഗ്രാംസ് ഉണ്ടല്ലോ ഡെയിലി. ആ ഓരോ പ്രോഗ്രാംസിനും എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞതിലും എനിക്കത് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഐ ലൈക്ക് ടു ചൂസ് എവറി വൺ. ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാൻ കഴിഞ്ഞതിലും ആ ഒരു ഭാഗ്യം എനിക്ക് തന്ന വൈറ്റ് ടോക്സിൻ്റെ എല്ലാ മെമ്പേഴ്സിനും, ആൻറ്റിയും അങ്കിളും എല്ലാവരുടെ അടുത്തും ഞാൻ താങ്ക്സ് പറയുന്നു. നമ്മുടെ വൈറ്റ് ടോക്സിൽ 5 പ്രോഗ്രാംസ് ഡെയിലി റൊട്ടീനായി നടക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റാണ് തോട്ട് ഓഫ് ദി ഡേ. ഈ തോട്ട് ഓഫ് ദി ഡേ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരു കുട്ടി, ചുമതലപ്പെടുത്തുന്ന ഒരു കുട്ടി, അവരുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല ഒരു ആശയം, അവരുടെ ഒരു ചിന്താവിഷയം നമ്മളുടെ ഗ്രൂപ്പിൽ വൈറ്റ് ടോക്സിലേക്ക് പകർന്നു തരികയാണ്. അവരുടെ ഒരു ചിന്ത, ആ മനോഹരമായ ഒരു ചിന്താവിഷയം നമ്മൾ എല്ലാവരും അതിലൂടെ അറിയുകയാണ്. ആ കുട്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്താണ് ആ ചിന്തയുടെ അർത്ഥം എന്ന്. അപ്പോൾ അതിലൂടെ നമുക്ക് ചിന്താശക്തിയും പുതിയ പുതിയ കാര്യങ്ങൾ അറിയുവാനും ഉള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നു. പിന്നീടുള്ളത് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ റീഡ് വിത്ത് മീ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. റീഡ് വിത്ത് മീ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കുട്ടി, ചുമതലപ്പെടുത്തുന്ന കുട്ടി, അവർ വായിച്ച ഏതെങ്കിലും ഒരു ഗാനമാകാം, അല്ലെങ്കിൽ ഒരു പോയമാകാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആകാം, എന്തുമായിക്കോട്ടെ, അവർ വായിച്ച എന്തെങ്കിലും ഒരു നമുക്ക് അറിവ് കിട്ടാവുന്ന ഒരു കാര്യം അവർ അതിൽ നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ചിത്രം ഇടുന്നു, എന്നിട്ട് അത് വായിക്കുന്നു. വായിച്ചതിന് ശേഷം മറ്റു കുട്ടികളോട് അത് വായിക്കാൻ പറയുകയും അവരെല്ലാവരും അത് നോക്കി വായിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നമ്മുടെ വായനാശക്തിയും വായിക്കാനുള്ള നമ്മുടെ കഴിവ് വികസിക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ള നമ്മുടെ വൈറ്റ് ടോക്സിലുള്ള മറ്റൊരു പ്രോഗ്രാമാണ് ലേൺ ആൻഡ് ഷെയർ. ലേൺ ആൻഡ് ഷെയർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ പണ്ടെപ്പോഴോ പഠിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഓർത്ത് എങ്ങനെയും കണ്ടുപിടിച്ച എന്തെങ്കിലും ഒരു അറിവുകളായിരിക്കാം. ആ അറിവിനെ നമ്മൾ വൈറ്റ് ടോക്സിൽ ഒരു ചുമതലപ്പെടുത്തിയിരിക്കുന്ന കുട്ടി വൈറ്റ് ടോക്സിലേക്ക് പകരുകയാണ്. അവർക്ക് എന്തറിവാണ്, അവരെന്താണ് ലേൺ ചെയ്തത്, ആ ലേണിങ്ങിനെ അവർ ഗ്രൂപ്പിലേക്ക് പറയുകയാണ്. വൈറ്റ് ടോക്സിലെ എല്ലാ മെമ്പേഴ്സിനോടും അത് പറയുകയാണ്. അപ്പോൾ വൈറ്റ് ടോക്സിലെ മെമ്പേഴ്സ് എല്ലാവരും അത് കാണുന്നു. ഇതിലൂടെ അവർക്കുള്ള ഒരു ശക്തി, ചിന്താശക്തി കൂടുന്നു. അവർക്ക് അറിവുകൾ കൂടുതൽ നേടാൻ കഴിയുന്നു. അവരുടെ അറിവുകൾ കൂടുതലാകുന്നു. പുതിയ കാര്യങ്ങൾ വൈറ്റ് ടോക്സിലെ മെമ്പേഴ്സും ഇതിലൂടെ ലേൺ ചെയ്യുന്നു. പിന്നീടുള്ള ഒരു പ്രോഗ്രാമാണ് വൈൻ ന്യൂസ്. വൈൻ ന്യൂസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ നാഷണൽ ആയിട്ടുള്ള എല്ലാ ന്യൂസുകളും, അതിനകത്ത് ഹെഡായിട്ട് വരുന്ന ന്യൂസുകളൊക്കെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു കുട്ടി നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചിട്ട് ആ വൈൻ ന്യൂസ് വായിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് ലോകകാര്യങ്ങൾ അറിയാൻ കഴിയുന്നു. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന എന്തെല്ലാം വാർത്തകളാണ് എന്ന് നമ്മൾ അറിയുന്നു. വൈറ്റ് ടോക്സിലെ എല്ലാവരും ഇത് കാണുന്നുണ്ട്, അതിനോട് പ്രതികരിക്കുന്നുമുണ്ട്. പിന്നീടുള്ളതാണ് നമ്മൾക്ക് വൈ ക്വിസ് ആണുള്ളത്. വൈ ക്വിസിനകത്തൂടെ നമ്മൾ ലോകകാര്യങ്ങളിനെ ഒരു ചോദ്യ രൂപത്തിൽ വൈറ്റ് ടോക്സിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ അറിവുകളെയും നമ്മളൊരു ചോദ്യ രൂപത്തിൽ, ഇപ്പം നമ്മുടെ യോഗയുടെ ഫാദർ ആരാ, അങ്ങനെയൊക്കെയുള്ള പല ലോക ചോദ്യങ്ങളും നമുക്കിവിടെ വൈറ്റ് ടോക്സിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. കുട്ടികൾ പലരും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരവായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും അറിവ് നേടാൻ കഴിയുന്നു ഏറ്റവും ഉപരി. അപ്പോൾ ഇങ്ങനത്തെ പല നല്ല കാര്യങ്ങളും, നല്ല ആയിട്ടുള്ള ആക്ടിവിറ്റീസും വീക്ക്ലി എല്ലാം എവറി ഡേ ഇവിടെ വൈറ്റ് ടോക്സിൽ നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കൃത്യമായി ചെയ്തിരുന്നു. കുട്ടികളെ സെലക്ട് ചെയ്തു. അവർക്കെല്ലാവർക്കും എൻ്റെ അടുത്ത് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടയാണ്. ഞാൻ എൻ്റെ ലീഡർഷിപ്പ് വളരെയധികം എൻജോയ് ചെയ്താണ് ചെയ്തിരുന്നത്. എൻ്റെ ലീഡർഷിപ്പ് ഇപ്പോൾ ഓവറായി. ഐ ട്രൈ മൈ ബെസ്റ്റ്. താങ്ക് യു എവ്രി വൺ. താങ്ക് യു ആൽഫിയ. അടുത്തതായി ഫൗണ്ടേഴ്സ് അഡ്രസ് ആണ്. ഫൗണ്ടേഴ്സ് അഡ്രസ്സിനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബിനോയ് സാറിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു ആവണി. നിങ്ങൾക്ക് എല്ലാവർക്കും വൈറ്റ് ടോക്സിനെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? താങ്ക് യു വെരി മച്ച്. നമ്മള് ഫൗണ്ടേഴ്സ് അഡ്രസ്സിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ച വൈറ്റ് ടോക്സിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു, അടുത്ത ആഴ്ചകളിൽ വൈറ്റ് ടോക്സ് ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മൾ നമ്മുടെ പ്രകൃതിയെ അറിയാം എന്ന പ്രോജക്റ്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇനാഗുറേഷൻ നടത്തിയത്. അതിനുശേഷം ഇന്ന് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗസ്റ്റ് ആണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല കുറേ അറിവുകൾ നൽകാൻ, നിരവധി അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് നമുക്കിന്ന് ഒപ്പം ഉള്ളത്.
ബഹുമാനപ്പെട്ട ടി സ്വപേന്ദ്രൻ സാറ്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നമ്മളുടെ അതിനകത്തിലെ ആക്ടിവിറ്റീസ് നടന്നു പോകുന്നുണ്ട്. ആ ആക്ടിവിറ്റീസ് എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു റിപ്പോർട്ട്, കഴിഞ്ഞ ആഴ്ചത്തെ പ്രവർത്തനത്തിന്റെ ഒരു റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ഇപ്പോൾ സാർ സംസാരിച്ചതിന് ശേഷം നമുക്കത് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കഴിഞ്ഞ ആഴ്ച നടന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ന്യൂസ് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 കുട്ടികൾ, രമ്യയും അതുപോലെ തന്നെ ഷിജി, അവർ രണ്ടുപേരും നമ്മൾ എങ്ങനെയാണോ ചാനലിലൊക്കെ ന്യൂസ് വായിക്കുന്നത്, ന്യൂസ് റീഡേഴ്സ്, അതുപോലെ ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ന്യൂസുകൾ വായിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നേരത്തെയും നമ്മൾ എഡിറ്റോറിയൽ പേജുകൾ വായിക്കുമായിരുന്നു, അതിപ്പോഴും തുടരുന്നുണ്ട്. എഡിറ്റോറിയൽ ചലഞ്ച് എല്ലാ പത്രങ്ങളുടെയും എഡിറ്റോറിയൽ പേജുകൾ നമ്മുടെ ഓരോരോ കുട്ടികൾക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവരത് വായിക്കുന്നുണ്ട്. നമ്മുടെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇനി ഭാവിയിലുള്ള മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ 2022 നമ്മളുടെ എത്തി നിൽക്കുകയാണ്. 2022 ജനുവരി മുതൽ നമ്മൾ നമ്മുടെ വൈറ്റ് ടോക്സിൽ ഒരു പോയിന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞ ആഴ്ച ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു. ആ പോയിന്റ് സിസ്റ്റം അനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ട് നമ്മൾ നീങ്ങുന്നത്. കാരണം കുട്ടികൾക്ക് ആ പോയിന്റ് സിസ്റ്റം കുട്ടികളെ കൂടുതൽ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻസ്പയർ ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ കരുതൽ. അതിനനുസരിച്ച് കൂടുതൽ പോയിന്റ്സ് ഉള്ള കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ അവസരങ്ങളും നൽകാനായിട്ട് വൈറ്റ് ടോക്സ് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ശ്രദ്ധിക്കും. പുതിയ കോഴ്സുകൾ, പുതിയ ട്രെയിൻ, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും അതുപോലെ ക്ലാസ്സുകളും ഒക്കെ നമ്മൾ ഭാവിയിൽ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന, നമുക്കിപ്പോൾ 5 വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഓരോ ഗ്രൂപ്പിലും പല ഏജിലുള്ള കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഏജ് വൈസ്, ഗ്രേഡ് വൈസ് 1, 2, 3, 4 ഒരു സെക്ഷൻ ആക്കുക. പിന്നീട് 5, 6, 7 മറ്റൊരു സെക്ഷൻ ആക്കുക. 8, 9, 10 മറ്റൊരു സെക്ഷൻ ആക്കുക. അങ്ങനെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് നമ്മൾ 2022 നടപ്പാക്കും. കാരണം അത് അവരുടെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഗ്രേഡിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അതാത് ഗ്രൂപ്പിൽ ചെയ്യാൻ കഴിയും. ചിലപ്പോൾ ഒന്നിച്ചു കിടക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റി ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതോടൊപ്പം നമ്മളുടെ അക്കാഡമിക് ടീം, നമ്മളിപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മളുടെ ആക്റ്റീവായിട്ട് തന്നെ 2 ടീച്ചേഴ്സ് നമുക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷീജ ടീച്ചറും അതുപോലെ തന്നെ നമ്മുടെ ബിജിഷ ടീച്ചറും. അവർ രണ്ടുപേരും വളരെ ആക്റ്റീവായിട്ട് തന്നെ നമ്മുടെ അക്കാഡമിക് ടീമിൽ വർക്ക് ചെയ്യുന്നു. ഇനിയും നമുക്ക് നമ്മുടെ അക്കാഡമിക് ടീം കുറച്ചുകൂടെ വിപുലമാക്കേണ്ടതായിട്ടുണ്ട്. മുതിർന്ന കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ടീച്ചേഴ്സിനെയും എക്സ്പേർട്ടിനെയും സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സിനെയും നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് എത്തിക്കും. നമ്മുടെ ടീമും വലുതാക്കും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഏറ്റവും സമീപ ഭാവിയിൽ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബിനോയ് സർ. അടുത്തതായി ഗസ്റ്റ് സ്പീച്ച് ആണ്. ഗസ്റ്റ് സ്പീച്ച് ചെയ്യാനായി കേരളത്തിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും അതോടൊപ്പം തന്നെ അഭിനേതാവും തന്റേതായ കഴിവ് തെളിയിച്ച പ്രൊഫസർ ടി ശോഭീന്ദ്രൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. Okay, thank you. I am here with you. You want me to talk now? സംസാരിക്കാം സാർ. അടുത്ത അരമണിക്കൂർ സാറിന് നമ്മുടെ കുട്ടികളോട് സംസാരിക്കാം. അപ്പൊ ബിനോയ് സാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. കുട്ടികളെ സമീപിക്കുന്നു. കുട്ടികളെയാണ് സമീപിക്കേണ്ടത്. ഒരു വീട്ടിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്ന അംഗം ആ വീട്ടിലെ കുട്ടികളാണ്. എല്ലാവരും കുട്ടിയോട് ഹായ് ഹോയ് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ചെറുപ്രായം മുതലേ ആ വീടിന്റെ ആധാരമായിട്ടുള്ളത്, കേന്ദ്രമായിട്ടുള്ളത് ആ വീട്ടിലെ ചെറിയൊരു കുട്ടിയായിട്ട്. ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സമയത്തും ബന്ധപ്പെടണമെന്നില്ല. പക്ഷെ ഈ കുട്ടിയോട്
എല്ലാവരും വന്ന് ഒന്ന് തോണ്ടി, ഒന്ന് തൊട്ട്, ഒന്ന് കളിപ്പിച്ച്, ഒന്ന് ചിരിപ്പിച്ച്, അങ്ങനെയായിട്ട് കുട്ടികളോട് എന്നുള്ള നിലയിൽ നമ്മളുടെ ഒരു ആകർഷണമുണ്ട് കുട്ടികളിലേക്ക്. അത് പ്രകൃതിപരമായ ഒരു അവസ്ഥയാണ്. കുട്ടികളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അറിവ് പകരുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അറിവ് നൽകുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആർക്കാണ് അറിവ് നൽകേണ്ടത്? വീട്ടിലെ മുതിർന്നവർക്ക് അറിവ് നൽകേണ്ട കാര്യമില്ല. അവര് ജീവിതത്തിലൂടെ ജീവിച്ചു നടന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു. ചെറിയ കുട്ടികൾ, അവർക്കാണ് അറിവ് ലഭിക്കേണ്ടത്. അറിവുള്ളവർ അവർക്ക് അറിവ് നൽകണം. അപ്പൊ ചെറിയ പ്രായത്തിൽ, കുട്ടികളാവുന്ന പ്രായത്തിൽ, അങ്ങനെ 1-ാം ക്ലാസ് പ്രായം, 2-ാം ക്ലാസ് പ്രായം, 3-ാം ക്ലാസ്, അങ്ങനെയുള്ള എല്ലാ ഗ്രേഡിലുമുള്ള കുട്ടികൾ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോ എല്ലാ ഗ്രേഡിലുമുള്ള കുട്ടികൾക്ക്, തലത്തിലുമുള്ള കുട്ടികൾക്ക് എന്തിനെ കുറിച്ചാണ് അറിവ് കൊടുക്കേണ്ടത്? എന്തിനെ കുറിച്ചാണ് നാം ആദ്യം അറിയേണ്ടത്? ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? ജീവിതമാണ് നമ്മുടെ വിഷയം. ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് കാതലായ കാര്യം. എങ്ങനെ ജീവിക്കണം? എങ്ങനെ എന്ന് പറയുമ്പോ എങ്ങനെയുള്ള ജീവിതമായിരിക്കണം എന്നുള്ള ചോദ്യമുണ്ട്. അത് ഉത്തരം ജീവിതം സന്തോഷപ്രദമായിരിക്കണം, സന്തോഷം നൽകുന്നതായിരിക്കണം, ജീവിതം തൃപ്തി നൽകുന്നതായിരിക്കണം, ജീവിതം അറിവ് നൽകുന്നതായിരിക്കണം, ആവേശം നൽകുന്നതായിരിക്കണം. അറിവ് നൽകുക എന്ന് പറയുമ്പോൾ എന്താ അറിവാണ് ലഭിക്കേണ്ടത്? ഒന്നാമത്തെ അറിവ് ഞാൻ പറയുമ്പോൾ, നീ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഒരു കുട്ടിക്ക് ലഭിക്കേണ്ടത്. നന്ന ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിലേക്ക് ഈ ഒരു ചോദ്യം അവർക്ക് എപ്പോൾ മനസ്സിലാകുമോ ആ അവസ്ഥ മുതൽ നീ എവിടെയാണ് എന്നുള്ള ചോദ്യം 1-ാം ക്ലാസ്സിൽ മനസ്സിലാകുന്നില്ല എങ്കിൽ 2-ാം ക്ലാസ്സിൽ, 2-ാം ക്ലാസ്സിലും മനസ്സിലാകുന്നില്ല എങ്കിൽ 3-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് കിട്ടുന്നു, നീ എവിടെയാണ്. ഇന്നത്തെ അവസ്ഥയിൽ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഉത്തരം ഇതാണ്: നീ എവിടെയാണ്? വീട്ടുപേര് പറയും, ഞാൻ തൈലാപ്പറമ്പത്താണ്. തൈലാപ്പറമ്പത്ത് എവിടെയാണ്? തൈലാപ്പറമ്പത്ത് കക്കോടിയിലാണ്. കക്കോടി എവിടെയാണ്? കക്കോടി കോഴിക്കോട് ജില്ലയിലാണ്. ഇങ്ങനെ ഈ വിവരങ്ങൾ നമ്മുടെ സർട്ടിഫിക്കറ്റില്, നമ്മുടെ റെക്കോർഡ്സില്, സ്കൂളിൽ നിന്ന് തുടങ്ങുന്നു. നീ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഒരു അഡ്രസ്സായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നു. ഇന്ന വീട്ടിൽ, ഇന്ന ജില്ലയിൽ, ഇന്ന പോസ്റ്റ് ഓഫീസിൽ ഉള്ള കുട്ടി, ഇന്ന അച്ഛന്റെയും അമ്മയുടെയും മകളായിരിക്കുന്ന കുട്ടി. ആ ഒരു തീപ്പെട്ടിക്കൂട് വലിപ്പത്തിലുള്ള ഒരു അഡ്രസ്സ്, അത് ഏത് ക്ലാസ് വരെ നമ്മൾ പഠിച്ചാലും അതാണ് നമ്മുടെ അഡ്രസ്സ്. ഇനി മുതിർന്ന് ഏതെല്ലാം തലങ്ങളിലൂടെ നമ്മളുടെ ജീവിതം പോകുന്നുണ്ടെങ്കിലും അപ്പോഴെല്ലാം നമ്മുടെ അഡ്രസ്സ് തന്നെ, സ്കൂളിൽ നിന്ന് രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്ന അതേ അഡ്രസ്സ്. അവിടെ വെച്ച് ഒതുങ്ങി നിൽക്കുക. അവിടുന്ന് അങ്ങോട്ട് നമ്മളുടെ ഭാവന വളരുന്നില്ല. ഭാവന വളർത്തത്തക്ക രീതിയിലുള്ള നീ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം സ്കൂളുകൾ നൽകുന്നില്ല എന്നുള്ളതാണ്. നീ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് സത്യത്തിൽ ഒരു വിദ്യാർത്ഥി മറുപടി പറയേണ്ടത് ഞാൻ ഭൂമിയിലാണ്, ഞാൻ ഭൂമിയിലാണ്, ഞാൻ ഭൂമിയിലാണ് എന്നുള്ളൊരു ഉത്തരം ഒരു ഉത്തരം ആ കുട്ടിയിൽ വളർന്നു വരണമെങ്കിൽ ആ കുട്ടിക്ക് ഭൂമിയെ കുറിച്ചുള്ള ഒരു അറിവ് വരണം.
ഭൂമി എന്ന് പറയുന്നത് നേരെ താഴെയുള്ള മണ്ണായിട്ട് മനസ്സിലാക്കുന്ന കുട്ടികളാണ് ചെറുപ്രായത്തിൽ. അവരിലേക്ക് ഭൂമി എന്ന് പറയുന്നത് ഒരു വലിയ ഗോളമാണ് എന്നും ആ ഗോളത്തിൽ ഒരിടത്താണ് നാം വസിക്കുന്നത് എന്നും ഈ ഭൂമിയിൽ എത്രയെത്ര ഭൂപ്രദേശങ്ങളുണ്ട് എന്നും ആ ഭൂപ്രദേശങ്ങളിൽ ഒരു പ്രദേശത്ത് ഒരു ചെറിയ സ്ഥലത്ത് ഒരു കുത്തുപോലെ സൂക്ഷ്മമായിരിക്കുന്ന ഒരിടത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്നുള്ള നിലയിൽ, ജീവിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ, ജീവിക്കുന്ന ജീവി എന്നുള്ള നിലയിൽ ക്രമേണ അവന്റെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ നീ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഭൂമിയിലാണ് എന്നുള്ള ഒരു ഉത്തരം അറിഞ്ഞുകൊണ്ട് പറയാൻ വിദ്യാർത്ഥി പാകമാകണം, പക്വമാവണം എന്നർത്ഥം. അപ്പോൾ നീ എവിടെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഭൂമിയിലാണ്. ഭൂമി ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ചോദ്യം മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുക. ഭൂമി ഇപ്പോൾ എവിടെയാണ്? ഭൂമി ഇപ്പോൾ എവിടെയാണ്? അത് എന്ത് ചോദ്യമാണെന്ന് വിചാരിക്കും. പക്ഷെ അവന്റെ മനസ്സിലേക്ക് അതിനുള്ള ഉത്തരം ശരിയാക്കി മനസ്സിലാക്കി കൊടുക്കുക. ഭൂമി ഇപ്പോൾ ശൂന്യാകാശത്തിലാണ്. നീ എവിടെയാണ് കുട്ടി? ഞാൻ ശൂന്യാകാശത്തിലാണ്. ഞാൻ എപ്പോഴും ശൂന്യാകാശത്തിലാണ്. ഇപ്പോൾ ഞാൻ ശൂന്യാകാശത്തിലാണ്, എപ്പോഴും ഞാൻ ശൂന്യാകാശത്തിലാണ്. ഭൂമിയിലുള്ള സർവ മനുഷ്യരും എപ്പോഴും ശൂന്യാകാശത്തിലാണ്. കാരണം നാം ഭൂമിയാകുന്ന വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യാത്രികരാണ്. നാം ഭൂമിയാകുന്ന വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യാത്രികരാണ്. എന്നും ഈ ഭൂമിയിൽ മനുഷ്യർ, ഈ ഭൂമിയാകുന്ന വാഹനത്തിൽ മനുഷ്യർ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്കൊരു ചുരുങ്ങിയ സമയം കിട്ടും. ഏതോ ഒരു നിമിഷത്തിൽ അവർ ജനനം കൊണ്ട് ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു, ഈ വാഹനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഏതോ ഒരു നിമിഷത്തിൽ ഭൂമിയാകുന്ന വാഹനത്തിൽ നിന്ന് അവര് പുറന്തള്ളപ്പെടുന്നു, അവരുടെ യാത്ര അവസാനിക്കുന്നു. അങ്ങനെ കോടിക്കണക്കിന് മനുഷ്യർ കയറി സഞ്ചരിക്കുന്നതായിരിക്കുന്ന ഒരു വാഹനമാണ് ഭൂമി. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ സഹയാത്രികർ. ഈ മഹായാത്രയിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന സർവ്വ മനുഷ്യരെയും സഹയാത്രികരായി നാം കാണും, സ്നേഹത്തോടെ കാണും. ഒരേ കാലത്തിൽ ഒരേ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ജീവിതം എന്ന സമയം കടന്നു പോകുന്ന മനുഷ്യരാണല്ലോ നാം. അപ്പോൾ ഈ ഭൂമിയിൽ എവിടെ ജീവിക്കുന്ന മനുഷ്യൻ, അത് ഏത് ധ്രുവങ്ങളിൽ താമസിക്കുന്നവരായാലും ഭൂമിയുടെ ഏത് കോണിൽ ഏത് പോയിന്റിൽ താമസിക്കുന്നവരായാലും അവരെല്ലാം ഒരേ യാത്രയിലാണ്, ഒരേ മഹായാത്രയിലാണ്. ഈ ഒരു ആശയം കുട്ടിയുടെ മനസ്സിൽ ഒരു 10ാം ക്ലാസ് 12ാം ക്ലാസ് ആകുമ്പോഴേക്ക് അങ്ങനെ ഉറച്ചു നിൽക്കണം. ഞാൻ യാത്രയിലാണ്, ഒരു മഹായാത്രയിലാണ്. എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന സഹയാത്രികരായിരിക്കുന്ന മനുഷ്യർ, അവരെ സ്നേഹത്തോടെ കാണുക. അതിപ്പോ എന്നും നടക്കുന്ന ഒരു യാത്രയാണോ? അല്ല. കുറച്ച് നമുക്കൊരു ദീർഘകാലമായിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ ചെറിയൊരു കാലമാണ്. അത് അവസാനം മരിക്കാൻ പോകുന്ന കാലത്തെത്തുമ്പോഴാണ്, ഓ ഇത്രയേ ഉള്ളൂ, ഇത്രയും സമയമുള്ളൂ. വന്ന് ഇതെല്ലാം കണ്ടിങ്ങനെ നടന്ന് അവസാന നാളുകൾ വരുന്നു. അങ്ങനെ കിടക്കയിൽ ഇങ്ങനെ പോകേണ്ടതായിരിക്കുന്ന സമയം കാത്തിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം ഇത്രയേ ഉള്ളുവല്ലോ, ഇത്ര പെട്ടെന്ന് തീർന്നല്ലോ എന്ന്. അപ്പം ആ ഒരു അർത്ഥത്തിൽ കാണുമ്പോൾ
നമുക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് കാശ്മീരിലേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കും, ഒരു എക്സ്കർഷന് പോവുകയാണ്. പിന്നിലെ സീറ്റിൽ ആളുകൾ ഇരിക്കുന്നുണ്ടാവും, ഇങ്ങോട്ട് എല്ലാ സീറ്റിലും ആളുകൾ ഇരിക്കുന്നുണ്ടാവും. നാം യാത്ര ചെയ്യാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്, കാശ്മീരിലേക്കുള്ള യാത്ര. അതുപോലെ ഭൂമിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഭൂമിയാകുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്, മരണം എന്ന ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് അപ്പുറത്തേക്ക് നമ്മളില്ല, അവിടം വരെ യാത്രയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് ജനനം മുതൽ മരണം വരെയുള്ള സമയം മാത്രമാണ്. നക്ഷത്രങ്ങളൊന്നും നമ്മുടേതല്ല, സൂര്യൻ നമ്മുടേതല്ല, ചന്ദ്രൻ നമ്മുടേതല്ല, ഈ ഭൂമി പോലും നമ്മുടേതല്ല. നാം ഇവിടെ വരുന്നതിന് മുന്നേയും ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു. നാം ഇവിടുന്ന് കടന്നു പോയാലും നാം ഇവിടെ ഇല്ലാത്ത കാലത്ത് ഭൂമി ഇവിടെ ഉണ്ടാവും. ഭൂമിയാകുന്ന വാഹനം അതിൻ്റെതായിരിക്കുന്ന വഴിയിൽ അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഈ ഒരു അറിവ്, ഒരു വിത്ത് വീണ് മുളയ്ക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൽ മുളച്ചു തുടങ്ങണം. മുളച്ച് അതിന് വേരുകൾ ഇങ്ങനെ മണ്ണിലേക്ക് അന്വേഷിച്ച് നിലനിൽക്കാൻ വേണ്ടി പോകുന്നത് പോലെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ആകുന്ന മനുഷ്യർ, നമ്മെപ്പോലെ ചിന്തിക്കുന്ന മറ്റൊരു ജീവി ഇല്ല എന്നുള്ള നിലയിൽ ആ ചിന്താശേഷി, ആ ഉൾക്കൊള്ളാനുള്ള കഴിവ്, ആ ഉൾക്കൊണ്ട് ജീവിതത്തെ ഒരു പ്രത്യേക ഭാവനയോടുകൂടി, ധാരണയോടുകൂടി സമീപിക്കാൻ കഴിയുന്ന ഏക ജീവി മനുഷ്യനാണ് എന്നുള്ളത് നാം അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ മനുഷ്യൻ മാത്രമല്ല, നമ്മുടെ സഹജീവികൾ, സർവജീവജാലങ്ങൾ, ഈ ഭൂമിയിലുള്ള സർവ ജന്തു പ്രാണികളും കീടങ്ങളും എല്ലാം, എല്ലാ ജീവാണുക്കളും നമ്മോടൊപ്പം യാത്ര ചെയ്യുകയാണ്, സഹയാത്രികരാണ്. സസ്യലോകത്തിലെ സർവജാലങ്ങളും നമ്മുടെ സ്വന്തമാണ്, നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവരാണ്. ജന്തുപ്രാണി ലോകത്തിലെ, കീടലോകത്തിലെ സർവജീവികളും നമ്മുടെ സഹയാത്രികരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. നാം ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരാണ്. ഈ ഒരു അറിവ് മനുഷ്യന് വന്നു ചേർന്നാൽ അത് എവിടുന്ന് തുടങ്ങണം? വിദ്യാർത്ഥിയിൽ നിന്ന് ചെറിയ പ്രായത്തിൽ അങ്കുരിച്ചു വരത്തക്ക രീതിയിൽ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ ഈ ഒരു ആശയത്തിന്റെ വിത്തുകൾ വിതയ്ക്കണം. അത് വിതയ്ക്കുന്നില്ല. നമുക്ക് ക്ലാസ്സിൽ ഒരു ഗ്ലോബ് കൊണ്ടുവരും, ഒരു തുരുമ്പ് പിടിച്ച ഒരു ഗ്ലോബ്. അത് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കും. എന്നിട്ട് ഒന്ന് തിരിച്ചു നോക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാണ്, നമ്മൾ ഭൂമിയെ കുറിച്ച് ഭൂമിശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി മാഷ് വന്നിട്ട് മാഷ് ഗ്ലോബ് കൊണ്ടുവന്നു. ഒന്ന് ഇങ്ങനെ തിരിച്ച് രണ്ട് തിരിച്ചിലായപ്പോ ഈ ഗ്ലോബ് ഒന്നായിട്ട് നിലത്ത് വീണു. അത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഉരുണ്ടു പോയി. മാഷ് ഒരു കുട്ടീനോട് അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. മേശപ്പുറത്ത് വെച്ച് അന്നത്തെ ഭൂമിശാസ്ത്ര പഠിപ്പിക്കൽ അന്ന് തീർന്നു. അത് ആ ഭൂമിയുടെ രൂപം കാണിച്ചുകൊണ്ട് പലതും പറയേണ്ടതാണ്. അതൊന്നും പറയാതെ ഭൂമിശാസ്ത്ര ക്ലാസ്, ഭൂമിയെ സംബന്ധിക്കുന്ന കഥ പറയാതെ അവിടെ നിന്നുപോയി. അങ്ങനെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനമാണ്. നാം ഭൂമിയിലാണ് എന്നും ജീവിതത്തെ കുറിച്ചുള്ള എന്ത് ചിന്തയും ഭൂമിയിൽ നിന്ന് തുടങ്ങണമെന്നും നാം അറിയേണ്ടിയിരിക്കുന്നു. അത് ഒരു +1, +2 പ്രായമാകുമ്പോഴേക്ക് കുട്ടികളിൽ നല്ല വിശ്വാസത്തോടു കൂടി, അതിൽ ഒരു സംശയവുമില്ലാതെ അവര് അങ്ങനെയാവും. അപ്പോൾ അവരുടെ കാഴ്ച വ്യത്യസ്തമായിരിക്കും, അവരുടെ നോട്ടം വ്യത്യസ്തമായിരിക്കും. ഞാനൊരു മഹായാത്രയിലാണ്, ഞാൻ ശൂന്യാകാശത്തിൽ ഭൂമിയാകുന്ന വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ അർത്ഥം കിട്ടുമ്പോഴേക്ക് മനസ്സ് വികസിക്കും, വികസിക്കും, വികസിക്കും,
കൂടുതൽ കൂടുതൽ വികസിക്കും. മേലോട്ടുള്ള പഠിക്കുന്ന കാലം മുഴുവൻ അവൻ ഈ ഭൂമിയാകുന്ന വാഹനത്തിലാണ്, യാത്രയിലാണ്, മഹായാത്രയിലാണ്. ഇവിടെ നമുക്കിതൊന്നും ചുറ്റും കാണുന്നതൊന്നും നമ്മുടേതല്ല. നമുക്കിവിടെ ഉള്ളത് എന്താണ്? സമയം മാത്രം. നമുക്കിവിടെ ഉള്ളത് സമയം മാത്രമാണ്, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും നമ്മുടേതല്ല. ഈ സമയം എന്നുള്ളതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതകാലം. അതിനോട് മാത്രമേ നമുക്ക് ബന്ധമുള്ളൂ, അത് മാത്രമേ നമ്മുടേതായിട്ടുള്ളൂ. അതറിയുന്നതോടുകൂടി തന്നെ ആ വിദ്യാർത്ഥിയിലേക്ക്, മനുഷ്യ വ്യക്തിയിലേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അപ്പോ സമയത്തെ എങ്ങനെ കാണണം എന്നുള്ളതാണ് ജീവിതത്തെ കുറിച്ചുള്ള അറിവിൽ ഒന്നാമതായി അറിയേണ്ടിയിരിക്കുന്ന കാര്യം. നിനക്കിവിടെ സമയം മാത്രമേ ഉള്ളൂ. ഈ സമയം നീ എന്ത് ചെയ്യും? ഈ സമയത്തെ നീ എന്ത് ചെയ്യും? ഈ സമയത്തിൽ നീ എന്ത് ചെയ്യും? ഈ സമയത്തിൽ നീ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ഈ മഹായാത്രയുടെ കാര്യത്തിൽ നീ ഒന്നും ചെയ്യാനില്ല. ആ മഹായാത്രയിൽ നീ ഒരു അണുപോലെ ആ യാത്രയിലെ വാഹനത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. പക്ഷെ നിനക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ദൂരവുമുണ്ട്. സമയം പോലെ തന്നെ നിനക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ദൂരമുണ്ട്, നിനക്ക് യാത്ര ചെയ്യാനുള്ള ഒരു കാലമുണ്ട്. ഈ കാലത്തിൽ നീ എവിടേക്ക് യാത്ര ചെയ്യും? നിനക്ക് നിന്റേതായിരിക്കുന്ന ഒരു യാത്രാ പദ്ധതി ഉണ്ടോ എന്നുള്ള ചോദ്യം. അപ്പോഴവിടെയാണ് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് ഗാന്ധിജിയെ പോലെയാവാം, നെഹ്റുവിനെ പോലെയാവാം, ഹിറ്റ്ലറെ പോലെയാവാം, നല്ല മനുഷ്യന്മാരെ പോലെയാവാം, നല്ല ചിന്തകരെ പോലെയാവാം, മഹത്തുക്കളെ പോലെയാവാം. അല്ലെങ്കിൽ ഈ സമയം എന്തിന് എന്ന് മനസ്സിലാക്കാതെ അർത്ഥമില്ലാതെ വെറുതെ കള്ളും കുടിച്ച് അങ്ങനെ അവിടെയും ഇവിടെയും വീണ് കിടന്ന് ഇങ്ങനെ സമയം പോക്കാം. സമയം എന്നുള്ളത് പോക്കാവുന്ന സമയമാണ്. സമയം എന്നുള്ളത് യാത്ര ചെയ്യാവുന്ന സമയമാണ്. ഈ സമയത്തിൽ നിന്റെ യാത്രാപഥം എന്താണ്? നിന്റെ യാത്രാ ലക്ഷ്യം എന്താണ്? അത് ഒരു കണക്കിന് സംസാരിക്കുമ്പോൾ നിന്റെ യാത്രാ ലക്ഷ്യം എന്താണ് എന്നുള്ളതിന് നീ നിന്റെ മക്കൾക്ക് വഴികാട്ടിയായിരിക്കണം. നിന്റെ മക്കൾ യാത്ര ചെയ്യേണ്ട കാലത്തിലാണ് നീ ഇപ്പോൾ ഉള്ളത്. ഈ യാത്രക്കുള്ള കാലം ഇങ്ങനെ തലമുറകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് നീ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഒരു നല്ല യാത്ര, സുരക്ഷിതമായ ഒരു യാത്ര, അർത്ഥവത്തായ ഒരു യാത്ര, മഹത്പൂർണമായിരിക്കുന്ന ഒരു യാത്ര നീ ചെയ്ത് കാണിക്കണം. ആർക്ക് വേണ്ടി? നിന്റെ ചുറ്റും നിന്നോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി നീ വഴിയൊരുക്കണം, നീ യാത്രയൊരുക്കണം, നീ ചിന്തയൊരുക്കണം, നീ ആശയമൊരുക്കണം. അത് നീ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. നിന്റെ ജീവിത സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നീ എന്നും എവിടെയില്ല. പക്ഷേ നീ ഒരു ചെറിയ കാര്യം പോലും ചെയ്ത് കാണിച്ചു കൊടുത്താൽ, ഉദാഹരണമായിട്ട് നമുക്കൊരു നിസ്സാര കാര്യം പറയാം. ഭക്ഷണം കഴിച്ച് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ച് പല കുട്ടികളും കണ്ടിട്ടുണ്ട്, പല വ്യക്തികളും മുതിർന്നവരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചാല് പ്ലേറ്റിന്റെ പുറമേ ഒക്കെ തെറിച്ച് താഴെ മേശയ്ക്ക് അടിയിലും കുറെ ഭക്ഷണത്തിന്റെ അംശങ്ങളൊക്കെ തെറിച്ച് അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെ കൈ കഴുകി അങ്ങോട്ട് പോകുന്നു.
എന്നിട്ട് വേറൊരാൾ വന്നിട്ട് വേണം ആ പ്ലേറ്റ് എടുക്കാൻ, ആ പ്ലേറ്റിലുള്ള ശേഷിച്ച മാലിന്യങ്ങൾ എടുക്കാൻ, ചുറ്റും തെറിച്ചു കിടക്കുന്ന ഭക്ഷണാംശങ്ങളൊക്കെ പെറുക്കിയെടുക്കാൻ, തുടച്ച് വൃത്തിയാക്കാൻ വേറൊരാൾ വരേണ്ടിയിരിക്കുന്നു. അവർക്കൊരു പണി കൊടുക്കുകയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി. എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ നമ്മൾ കഴിച്ചിരിക്കുന്ന പ്ലേറ്റ് ആ സമയം നമ്മുടേതാണ്. അത് നന്നായി കൈ കഴുകുന്നതിന്റെ മുന്നേ തന്നെ പാത്രം കഴുകി വെക്കുക. അതിന്റെ മുന്നേ പാത്രം വെച്ചിരിക്കുന്ന മേശ എവിടുന്നാണോ ഭക്ഷണം കഴിക്കുന്നത് അവിടെ എല്ലാം തെറിച്ചിരിക്കുന്ന കാര്യങ്ങൾ പെറുക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് കളയേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടേതാണ്. അതിനുശേഷം പ്ലേറ്റും കഴുകി പ്ലേറ്റ് നിക്ഷേപിക്കേണ്ടടുത്ത് വെച്ചു പോരുക. എത്ര സുഖമുണ്ട്! ഭക്ഷണം അങ്ങനെയാണ് അവസാനിക്കുന്നത്. അതിനിടയിൽ എവിടെ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയാലും അത് അപൂർണമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇത് ഒരു വീട്ടിൽ ഒരാൾ ചെയ്തു തുടങ്ങിയാൽ മതി, ഒരു കുട്ടി ചെയ്തു തുടങ്ങിയാൽ മതി, ആ വീട്ടിലുള്ള എല്ലാവരും അത് കണ്ട് അനുകരിക്കും. ആ വീട്ടിലുള്ള എല്ലാവരും ആ ഒരു സ്വഭാവത്തിലേക്ക്, ശീലത്തിലേക്ക് വന്നു ചേരും. ഈ ശീലം നിങ്ങൾ വേറെ വീട്ടിൽ പോയാൽ, നിങ്ങൾ എവിടെ പോയാലും ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒരു ശീലമാണ് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ശീലങ്ങൾ, നല്ല ശീലങ്ങൾ, ആളുകൾക്ക് കണ്ട് അനുകരിക്കത്തക്ക രീതിയിലുള്ള എന്തെല്ലാം ശീലങ്ങളുണ്ട്, നല്ല ശീലങ്ങളുണ്ട്. ആ നല്ല ശീലങ്ങൾ നാം പഠിക്കാൻ ശ്രമിക്കുക, അത് അനുവർത്തിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കൂടെയുള്ളവര് അതൊരു മാതൃകയാണ്, നമ്മളൊരു മാതൃകയാവും. വീട്ടിലുള്ളവരെല്ലാം നാം ചെയ്യുന്നത് പോലെ ചെയ്യുന്നു, എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്, അത് നല്ല കാര്യമാണ്. അല്ലാതെ ഇപ്പൊ വീട്ടിൽ 10 ആളുണ്ടെങ്കിൽ 10 പേരും ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ അവിടെ ഇട്ട് നിലത്തും മേശപ്പുറത്തും ഒക്കെ ആയിട്ട് ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഇട്ട് പോയാൽ വീട്ടിലുള്ള അടുക്കള കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് എന്താണ്? അത്രയും ബുദ്ധിമുട്ട് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ചിന്തയാൽ, ഒരു പരസ്പര ധാരണയാൽ ചെയ്യുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും, എത്ര സുഖപ്രദമായിരിക്കും, എത്ര നല്ലൊരു ശീലമാണത്. അതുപോലെ ഒരു 100 കൂട്ടം ശീലങ്ങൾ, നല്ല ശീലങ്ങൾ നമുക്ക് ആർജിച്ച് ആ നല്ല ശീലങ്ങൾ നമുക്ക് പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ട് ജീവിക്കാം. അങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളാണ് എങ്കിൽ, ഇങ്ങനെ ഓരോ ക്ലാസ്സും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല പുസ്തകങ്ങൾ, ജീവിതത്തിലേക്ക് ഗുണപാഠങ്ങളായിരിക്കുന്ന നല്ല പുസ്തകങ്ങൾ, ഒരു വീട്ടിലുള്ള മുതിർന്ന ആള് അത്തരം പുസ്തകങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുന്നതോടുകൂടി അത് ക്രമേണ കണ്ടറിഞ്ഞ് വായിക്കുന്നത് കണ്ട് ആ വായനയിലേക്ക് ആളുകൾ വരുന്നു. അങ്ങനെ നല്ല വാക്ക്, നല്ല ഭാവം, നല്ല വാക്കും ഭാവവും ചേർന്ന് നല്ല പെരുമാറ്റം, ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്, നമുക്ക് നമ്മുടേതാക്കാവുന്നതാണ്, അത് നമ്മുടെ സ്വഭാവവും ഭാവവുമാക്കാവുന്നതാണ്. ഈ ഭാവം ചുറ്റുമുള്ളവർ കണ്ട് മനസ്സിലാക്കുകയും അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഒന്നും അറിയാതെ അവരിലേക്ക് അത്തരം ശീലങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജീവിതം എന്ന സമയത്തെക്കുറിച്ചാണ്. അത് മനസ്സിലാക്കുക, സമയത്തെ അറിയുക എന്നുള്ളതാണ് നാം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി ചിന്തിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായിരിക്കുന്ന കാര്യം. നാം വ്യക്തിത്വ വികാസത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ. വ്യക്തിത്വ വികാസം എന്താണ്? വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളടക്കമാണ്. ഒരു വ്യക്തിയുടെ ഉള്ളടക്കമാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വം. ഉള്ളടക്കം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളടക്കമായ സ്നേഹം, ആ വ്യക്തിയുടെ ഉള്ളടക്കമായിരിക്കുന്ന കാരുണ്യം, ദയ, സഹകരണം, സഹവർത്തിത്വം,
അങ്ങനെ എന്തെല്ലാം നല്ല ഗുണങ്ങളുണ്ടോ ഇവിടെ ജീവിതത്തിൽ ഒന്നിച്ചു പോകാൻ, ജീവിതത്തിൽ ഒന്നിച്ച് സന്തോഷത്തോടു കൂടി പോകാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണമോ അതെല്ലാം നാം ശ്രദ്ധിക്കണം, അറിയണം, പഠിക്കണം. അത് അനുകരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മോടുകൂടി ആ അത്തരം ഗുണങ്ങളെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ നമ്മിൽ വന്നു ചേരുന്ന ഒരു വ്യക്തിത്വ വികാസമുണ്ട്. നമ്മുടെ രീതിയിലുള്ള വികാസം, നമ്മുടെ ഭാഷയിലുള്ള വികാസം, നമ്മുടെ നോട്ടത്തിലുള്ള വികാസം, നമ്മളുടെ ചിന്തയിലുള്ള വികാസം, നമ്മളുടെ പ്രവർത്തനത്തിലുള്ള വികാസം, നമ്മുടെ ജീവിതത്തിൽ ഉള്ള വികാസം. ഇത് മറ്റുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ നാം ഒരു മാതൃകയായി ഇരിക്കണം. അത്രയും നമുക്ക് ചെയ്യാൻ കഴിയും ഈ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ അത് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ അതിന്റെ ഗുണം നമ്മളുടെ മക്കൾക്ക് കിട്ടും, നമ്മളുടെ കുടുംബാംഗങ്ങൾക്ക് കിട്ടും, നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന നമ്മളുടെ സുഹൃത്ത് വീടുകൾക്കെല്ലാം കിട്ടും. നാം എവിടെയെല്ലാം ജീവിക്കുന്നുവോ അവിടെയെല്ലാം നാം ഗുണത്തിൻ്റെതായിരിക്കുന്ന പ്രസരിപ്പോടുകൂടി ജീവിക്കുമ്പോൾ അത് തന്നെ വലിയൊരു പാഠമാണ്. നമ്മുടെ സമയം, ഇവിടെ നിൽക്കുന്ന സമയം എന്നും അനുവർത്തിക്കേണ്ടതായിരിക്കുന്ന ചില ശീലങ്ങളുടെ, ഗുണപാഠങ്ങളുടെ തുടർച്ച നിലനിർത്തിക്കൊണ്ട് നാം പോവുക. ആ ശീലങ്ങൾ ഇവിടെ നമ്മുടെ കുടുംബത്തിലൂടെ, നമ്മുടെ മക്കളിലൂടെ, നമ്മുടെ അയൽപക്കത്തുള്ളവരിലൂടെ, നമ്മോട് ബന്ധപ്പെട്ട് ജീവിച്ച എല്ലാവരിലൂടെയും ആ ശീലങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് അവർക്ക് ഗുണപ്രദമാവുകയും ചെയ്യും. അവരിൽ നിന്ന് കണ്ടറിഞ്ഞ് നല്ല ജീവിതത്തെക്കുറിച്ച്, സ്നേഹമയമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള സന്ദേശം എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ജീവിതം. അതിപ്പോ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാവുന്ന ഒരു ചെറിയ കാര്യം. പിന്നെ പ്രകൃതിയെ കുറിച്ചാണല്ലോ സംസാരിക്കേണ്ടത്. നമ്മൾ വേറെ വഴിക്ക് പോയി. അപ്പൊ പ്രകൃതിയെ കുറിച്ച് ഒരു 5 മിനിറ്റ് സംസാരിക്കുക എന്ന് വെക്കുമ്പോ എവിടുന്നാണ് തുടങ്ങുക? സൂര്യനിൽ നിന്ന് തുടങ്ങാം. സൂര്യനെ നാം അറിയും, എന്നും നാം സൂര്യനെ കാണുന്നു. സൂര്യൻ ഊർജമാണ്. സൂര്യൻ കത്തിജ്വലിക്കുന്ന ഊർജമാണ്. ആ കത്തിജ്വലിക്കുന്ന ഊർജം എല്ലാറ്റിനെയും അതിലേക്ക് ആകർഷിച്ചു നിർത്തും. ചുറ്റുമുള്ള എല്ലാറ്റിനെയും ഒരു കാന്തം ഇരുമ്പ് തരികളെ ആകർഷിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്നത് പോലെ സൂര്യനാകുന്ന മഹാ ഊർജം, അതിന്റെ ചുറ്റും സൂര്യനിൽ നിന്ന് തന്നെ പൊട്ടിത്തെറിച്ചു പോയ കഷ്ണങ്ങളായിരിക്കുന്നത് ഇപ്പോൾ ഗോളങ്ങളായി, ഗ്രഹങ്ങളായി, ഉപഗ്രഹങ്ങളായി ഈ ശൂന്യാകാശത്തിൽ സൂര്യന്റെ ആകർഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. സൂര്യന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൽ സൂര്യനിൽ നിന്ന് അകലത്തിൽ മൂന്നാമത്തെ ഗ്രഹമാണ്, മൂന്നാമത്തെ ഗോളമാണ് ഭൂമി. ഒന്നാമത്തെ ഗ്രഹത്തിൽ ജീവന് സാധ്യതയില്ല. കാരണം അത്ര സൂര്യനടുത്താണ്. സൂര്യന്റെ ഊർജമുണ്ട്, ഊർജം മാക്സിമം കിട്ടുന്നുണ്ട്. പക്ഷെ ജീവൻ എന്ന് പറയുന്ന ചൈതന്യത്തിന് അവിടെ ഉത്ഭവിക്കാൻ, ആരംഭം കുറിക്കാൻ, ജന്മമെടുക്കാൻ സാഹചര്യമില്ല. രണ്ടാമത്തെ ഗ്രഹത്തിലും അങ്ങനെ തന്നെ, സൂര്യനോട് അടുത്തിട്ട് തന്നെയാണ്. മൂന്നാമത്തെ ഗ്രഹം സൂര്യന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്നത് നാം താമസിക്കുന്ന ഭൂമിയാകുന്ന ഗ്രഹമാണ്. ഈ ഗ്രഹം ഭൂമി സൂര്യനിൽ നിന്ന് അകലെയാണ്, പക്ഷെ അധികം അകലെയാണ്. സൂര്യനോട് അടുത്തിട്ടാണ്, പക്ഷെ അധികം അടുത്തിട്ടല്ല. അപ്പോൾ ഇവിടെ ജീവന് ജീവിക്കാനുള്ള സാഹചര്യം പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന, പ്രപഞ്ചത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന
ഭൂമിയാകുന്ന ജീവൻ. നാം മനുഷ്യർ അറിയുന്ന ഏക ജീവൻ ഭൂമിയാണ്. മറ്റുള്ള ഗ്രഹങ്ങളിൽ ഒന്നും ജീവനില്ല. മറ്റുള്ള സൂര്യന്മാരിൽ നാം കാണുന്ന നക്ഷത്രങ്ങളെല്ലാം ഓരോ സൂര്യനാണല്ലോ. മറ്റുള്ള സൂര്യന്മാരുടെ ചുറ്റും ഇങ്ങനത്തെ ഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് അത്ര ദൂരത്തേക്ക് കണ്ണും പോയിട്ടില്ല, മനസ്സും പോയിട്ടില്ല, നമ്മുടെ ശാസ്ത്രവും അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന ലോകത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് സൂര്യപ്രപഞ്ചമാണ്, സൂര്യ കുടുംബം. ആ കുടുംബത്തിൽ ഒരംഗമായ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭൂമി, ഇവിടെ ഭൂമി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ വാഹനമാണ്. സൂര്യന് ചുറ്റും ഒരു ജീവനാകുന്ന വാഹനം ചുറ്റിക്കൊണ്ടിരിക്കും. ആ ജീവനാകുന്ന വാഹനത്തിൽ എങ്ങനെയാണ് ജീവൻ നിലനിൽക്കുന്നത്? ജീവജാലങ്ങളായി നിലനിൽക്കുന്നു. പ്രാണികൾ മുതൽ കീടങ്ങൾ മുതൽ ഇങ്ങ് ആനകൾ വരെയും മറ്റെല്ലാ വന്യജീവികൾ വരെയും മനുഷ്യർ വരെയും ഉള്ള ജീവികൾ ജീവിക്കുന്നത് കാരണം എന്താണ്? ഭൂമി ജീവനാണ് എന്നുള്ളത്. ഭൂമിയിലെ മണ്ണ് ജീവനാണ്. ഭൂമി മണ്ണാണല്ലോ. ഈ മണ്ണ് ജീവനാണ്. ഭൂമിക്ക് ചുറ്റും ഒരു ജീവാന്തരീക്ഷമുണ്ട്. ഭൂമിയിലെ ജീവനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ജീവാന്തരീക്ഷമുണ്ട്. ഈ ജീവാന്തരീക്ഷം എന്ന് പറയുമ്പോൾ എന്താണ്? ജീവവായു ഉൾക്കൊള്ളുന്ന അന്തരീക്ഷം, ജീവജലം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷവും മണ്ണും. ജീവനാകുന്ന മണ്ണ്, ഏത് വിത്തും വീണ് മുളയ്ക്കുന്ന മണ്ണ്, നമുക്ക് ഭക്ഷണം തരുന്ന, നമുക്ക് പച്ചക്കറികള്, പയറുവർഗങ്ങള്, പഴവർഗങ്ങള്, കിഴങ്ങ് വർഗങ്ങള് എല്ലാം നമുക്ക് വേണ്ടിയിരിക്കുന്ന, ഭക്ഷണത്തിന് വേണ്ടിയിരിക്കുന്ന ധാന്യവർഗങ്ങൾ എല്ലാം നമുക്ക് തരുന്ന ഭൂമി ജീവനാണ് തരുന്നത്. നമുക്ക് ജീവൻ നിലനിർത്താനുള്ള വെള്ളത്തെ സൂക്ഷിച്ച് നമുക്കിങ്ങനെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ വിത്തുകളും മുളയ്ക്കാനും വളരാനും ആവശ്യമായിരിക്കുന്ന അന്തരീക്ഷം നിലനിർത്തുന്നതായിരിക്കുന്ന മണ്ണിനെ, ജീവനുള്ള മണ്ണിനെ നമുക്ക് വേണ്ടി നിലനിർത്തും. ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്ത് ഭൂമിക്ക് ചുറ്റുമുള്ള ജീവാന്തരീക്ഷത്തെ സംരക്ഷിച്ച് നിലനിർത്താൻ ഓസോൺ പാളി എന്ന് പറയുന്ന ജീവൻ സംരക്ഷണ മണ്ഡലത്തെ നിലനിർത്തും. ഭൂമി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യന് ചുറ്റും. ആ ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഓസോൺ പാളിയുടെ സംരക്ഷണ മേഖലയാൽ സംരക്ഷിക്കപ്പെട്ട് ഭൂമിയാകുന്ന ജീവൻ സൂര്യന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. മഹാഭാഗ്യമുള്ളവരാണ് നമ്മൾ. ഇങ്ങനെയെല്ലാം നല്ല കണ്ണിലുണ്ണി പോലെ, കണ്ണിലുണ്ണി എന്ന് പറയുന്ന കാഴ്ചയുടെ അടിസ്ഥാനം അവിടെയാണ്. കണ്ണിലുണ്ണി പോലെ ഭൂമിയെ കാത്തു സൂക്ഷിക്കുന്ന പ്രപഞ്ചം. അങ്ങനെ ഈ പ്രപഞ്ചം നമുക്ക് തന്നിരിക്കുന്ന ഒരു വരദാനമാണ് ഭൂമി എന്നുള്ള, ഭൂമിയാകുന്ന ജീവൻ എന്നുള്ള അറിവ് നമുക്ക് മാത്രമേ ഉള്ളൂ. ആനയ്ക്കില്ല, സിംഹത്തിനില്ല, പാമ്പിനില്ല, മുയലിനില്ല, ഞാഞ്ഞൂലുകൾക്കില്ല. അവയൊന്നും ഇതറിയാതെ ജീവന്റെ രൂപമായി, ജീവന്റെ ഭാഗമായി, ജീവന്റെ അംശമായി, ജീവൻ തന്നെയായി ജീവിക്കുന്നു. മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും ജീവനായി ജീവിക്കുന്നു. നാം ആ കൂട്ടത്തിൽ ഒരു ജീവിയാണ് നമ്മൾ. പക്ഷെ നമുക്ക് സിദ്ധിച്ചിരിക്കുന്ന മസ്തിഷ്കം മറ്റുള്ള ജീവജാലങ്ങളെ പോലെ ചെറിയ വൃത്തത്തിലുള്ള കാഴ്ചയും കാഴ്ചപ്പാടും സൃഷ്ടിക്കുന്നതല്ല. അത് ചുറ്റിനെയും നോക്കിക്കണ്ട്
അതിലേക്ക് ഗവേഷണം നടത്തുന്ന കണ്ണും മനസ്സും ബുദ്ധിയും ഉള്ള ഒരു ജീവിയാണ്. അതുകൊണ്ട് കേൾക്കുന്നുണ്ടോ? ഒപ്പം ബിനോയ് സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ. സാറേ കേൾക്കുന്നുണ്ട്. വീഡിയോ സാറിന്റെ ഒന്ന് ഓഫായി പോയായിരുന്നു. എന്റെ സ്ക്രീനില് ഇത് എന്തൊക്കെയോ വന്നു കണ്ട് ഇങ്ങനെ മൂടിയിരിക്കുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും. സാറിന്റെ വീഡിയോയും ഇപ്പൊ ഓഫാണ്. സാറിനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതെ, ഇത് ഒന്നായിട്ട് സ്ക്രീനില് മെസ്സേജിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വന്ന് വീണിരിക്കും. കുട്ടികളാരും വന്നാലേ അത് ശരിയാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട് സാറേ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് ചുരുക്കി പറയാം. അപ്പോഴേ ഈ ഒരു അന്തരീക്ഷം, ഈ ഒരു ജീവാന്തരീക്ഷമുള്ള നമ്മുടെ വാസസ്ഥലമായിരിക്കുന്ന ഭൂമി, ഇതെന്നും ഇങ്ങനെ നിലനിൽക്കേണ്ടതല്ലേ? ഇത് നമ്മളുടെ മക്കൾ വസിക്കേണ്ടതായിരിക്കുന്ന ഇടമല്ല, നമ്മളുടെ മക്കൾ ജീവിക്കേണ്ടതായിരിക്കുന്ന വീടല്ലേ ഈ ഭൂമി? നാം ചിന്തിക്കേണ്ടതല്ലേ? ഈ വീടിന് ഇപ്പോഴുള്ള മഹത്തരമായ ഗുണങ്ങൾ, ജീവനെ നിലനിർത്തുന്ന ഗുണങ്ങൾ, ജീവനെ സംരക്ഷിക്കുന്ന ഗുണങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടതുണ്ട്. നമ്മളുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ മക്കൾ, അവരൊക്കെ നമ്മുടെ മക്കൾ തന്നെയല്ലേ? നമ്മളുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ നടക്കുന്ന മക്കൾ മാത്രമാണ്. അവർക്കും മക്കള്, അവരുടെ മക്കളുടെ മക്കൾ, അങ്ങനെ ഈ ഭൂമിയിൽ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ജീവിക്കാൻ പോകുന്ന എല്ലാ മനുഷ്യരും നമ്മുടെ മക്കളാണ്. അവർക്ക് ജീവിക്കാൻ നല്ല ജീവവായു വേണ്ടേ? അവർക്ക് ജീവിക്കാൻ നല്ല ജീവജലം വേണ്ടേ? അവർക്ക് ജീവിക്കാൻ നല്ല ജീവഗുണമുള്ള മണ്ണ് വേണ്ടേ? ചൈതന്യമുള്ള മണ്ണ് വേണ്ടേ? അവർക്ക് ജീവിക്കാൻ നല്ല ഊർജമുള്ള, ചൈതന്യമുള്ള, ജീവനുള്ള ഭക്ഷണം വേണ്ടേ? അതിനുവേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന മണ്ണും ജലവും വായുവും എല്ലാം വേണ്ടേ? ഇത് നമ്മൾ ഉള്ള കാലത്ത് നമ്മൾ നശിപ്പിച്ചു പോവുക എന്നുള്ളത് നമുക്ക് ചുരുക്കി കളയാം. നശിപ്പിച്ചു പോവുക എന്നുള്ള ചിന്ത മനുഷ്യന് എവിടെ നിന്ന് കിട്ടി? പശ്ചിമഘട്ട മലനിരകൾ മുഴുവൻ ഇടിച്ചു നിരത്തുന്ന ഒരു കൂട്ടർ എന്തിനാണ് ഇടിച്ചു നിരത്തുന്നത്? വീട്ടിൽ പണം കൊണ്ടുവെക്കാൻ. ഇടിച്ചു നിരത്തിയിട്ട് ഇവർക്ക് കിട്ടുന്ന എന്താണ്? പണമാണ്. പണത്തിന്റെ കെട്ടുകൾ, പണത്തിന്റെ ചാക്കുകെട്ടുകൾ, പണം കുന്നുകൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം, അല്ലാതെ ജീവിക്കാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ ഭൂമിയെ ഉപയോഗിക്കാവുന്നതാണ്. അതെല്ലാവർക്കും അങ്ങനെ ഭൂമിയെ ഉപയോഗിക്കത്തക്ക രീതി, ഉപജീവനത്തിന് വേണ്ടി ജീവിതമാർഗമായി ഭൂമിയെ ഉപയോഗിക്കുക എന്നുള്ളത് ന്യായമാണ്, അത് അനുവദനീയമാണ്, അത് അനുവദിക്കേണ്ടതുമാണ്. പക്ഷേ ഇങ്ങനെ പശ്ചിമഘട്ട മലനിരകളിലെ പാറക്കെട്ടുകളെ മുഴുവൻ, നമ്മുടെ കാലാവസ്ഥയെ കാത്തുസൂക്ഷിക്കുന്ന പശ്ചിമഘട്ട മലനിരകളെ തകർക്കുന്നതായ ആളുകളെ സഹായിക്കാൻ അവർക്ക് കാവലാളായി നിൽക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്ന സംവിധാനത്തിലെ മനുഷ്യർ, അവരും പണത്തിന് വേണ്ടിയിട്ടാണ്. അവര് ഈ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ജീവവായുവിന് വേണ്ടി വാദിക്കാം, നമുക്ക് ജീവജലത്തിന് വേണ്ടി വാദിക്കാം, നമുക്ക് ജീവനാകുന്ന മണ്ണ് നിലനിർത്താൻ വേണ്ടി വാദിക്കാം, നമുക്ക് ഭൂമിയാകുന്ന ജീവനെ വരും കാലത്തിലേക്ക് കൊടുക്കാൻ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, മക്കൾ പരമ്പരകൾക്ക് വേണ്ടി ഈ ഭൂമിയെ നിലനിർത്താൻ വേണ്ടിയിരിക്കുന്ന ആശയങ്ങൾ നമ്മിൽ നിന്നുണ്ടാവട്ടെ. ആ ആശയങ്ങൾ ചിന്തകളായി വികസിക്കട്ടെ. ആ ചിന്തകൾ
പ്രവർത്തനങ്ങളായി, ജീവിത പ്രവർത്തനങ്ങളായി, നമ്മുടെ ജീവിതമായി വികസിക്കട്ടെ. അങ്ങനെ ഭൂമിയാകുന്ന ജീവനെ സംരക്ഷിക്കാൻ നമ്മുടെ ജീവിതകാലമാകുന്ന ഇത്തിരി സമയം നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ മക്കളെ. ഓക്കെ, കേട്ടോ മാഷേ? കേട്ടു സാറേ, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമായിട്ട് ഒന്നാമത് എനിക്കൊരു രൂപം കിട്ടുന്നില്ല. ഈ സ്ക്രീനില് നിങ്ങളെ ഒന്നും കാണുന്നുമില്ല. ആവട്ടെ, അപ്പോ സാർ ഇന്ന് ഇങ്ങനെ നിർത്തട്ടെ. ഓക്കെ സാറേ, തീർച്ചയായിട്ടും സാറേ. ഈ സംസാരം നമ്മുടെ ടൈം മാനേജർ ഇടയ്ക്ക് സാധാരണ ഇന്ററപ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ തവണ ടൈം മാനേജർ ഇടപെട്ടിട്ടേയില്ല. അതിന്റെ അർത്ഥം ഞങ്ങൾക്കത് തുടരണം. സാറിന്റെ സംസാരം വീണ്ടും തുടരണം. അത് കൂടുതൽ കേൾക്കണം എന്ന് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് സാറ്. അപ്പൊ ഇപ്പം സാറ് നിർത്തിയാലും ഞങ്ങളുടെ ഒപ്പം, ഞങ്ങളുടെ ഈ ഒരു പ്രൊജക്ട് പ്രകൃതിയെ അറിയാം എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിനെ സാറ് കഴിഞ്ഞ ഒരു 40 മിനിറ്റ് കൊണ്ട് സാറ് മുഴുവൻ ഒരു പുതിയ കാഴ്ചപ്പാട് പ്രകൃതിയെ കുറിച്ചിട്ടും ഭൂമിയെ കുറിച്ചിട്ടും ആ ഭൂമിയിലെ മണ്ണിനെ കുറിച്ചിട്ടും ജീവജാലങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. സാറിന്റെ സാധാരണ ഗസ്റ്റുകളൊക്കെ വന്നു പോകുമ്പോഴും എഴുതി തയ്യാറാക്കപ്പെട്ട പ്രസംഗങ്ങൾ പറയുമ്പോഴും അതിൽ നിന്നൊക്കെ ഞങ്ങൾ പഠിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഇത്രയും സിമ്പിളായിട്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഒരാൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന്. അപ്പോൾ സാർ എത്ര സിമ്പിളായിട്ടാണ് പ്രകൃതിയെ കുറിച്ചിട്ടും ഭൂമിയെ നമ്മൾ എന്തിനു സംരക്ഷിക്കണം എന്നതിനെ കുറിച്ചിട്ട് എത്ര ഭംഗിയായിട്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്. ഒത്തിരി സന്തോഷം. ഈ ഒരു പ്രൊജക്റ്റില് ഇനിയും സാറ് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ അതിഥിയായിട്ട് എത്തണം. നമ്മുടെ ഞങ്ങളോട് കുട്ടികൾക്ക് മാത്രമല്ല, ഇത് രക്ഷിതാക്കൾക്കും നിരവധി അറിവുകൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, നല്ല ബോധം എന്തിന് ഭൂമിയെ സംരക്ഷിക്കണം, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടെന്നുള്ളത് വളരെ ലളിതമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു. സാറിന് സമയം ഉണ്ടെങ്കിൽ സാറ് തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാറിന് സമയം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം കൂടി ഇരിക്കാം. ഓക്കെ സാർ. നമുക്കൊരു കൊച്ചു കുട്ടിയുണ്ട്, നമ്മുടെ സല്യൂട്ട് അച്ചീവർ ആയിട്ട് ഒരു കൊച്ചു കുട്ടിയുണ്ട്. അപ്പോ കുട്ടി അതുപോലെ തന്നെ നമ്മുടെ ഈ എപ്പിസോഡും സാറിന് ഒന്ന് റിലീസ് ചെയ്താൽ ഞാനത് സ്ക്രീനിൽ കാണിക്കാം. അതിന് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് സല്യൂട്ട് അച്ചീവറിലേക്ക് പോകാം. ആ കുട്ടിയുടെ പെർഫോമൻസ് കൂടെ ഒന്ന് കണ്ടിട്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാൻ ആ എപ്പിസോഡ്, ഈ നമ്മുടെ 30ാമത്തെ എപ്പിസോഡാണ് വൈറ്റ് ടോക്സിന്റെ. കൊല്ലത്ത് നിന്നുള്ള സങ്കീർത്തന എന്ന പേരുള്ള ഒരു കുട്ടിയാണ് ആ എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ആ സങ്കീർത്തനെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ അതൊന്ന് സ്ക്രീനിൽ കാണിക്കാം. സാറ് അതൊരു ഒഫീഷ്യലി ഒരു റിലീസ് ചെയ്തതായിട്ട് ഞാൻ കരുതിക്കൊണ്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുകയാണ്. ഓക്കെ സാർ. ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിക്കുക, ഞാനൊന്ന് കുട്ടികളെ വിളിക്കട്ടെ. ഇതൊന്ന് സ്ക്രീൻ ശരിയാക്കാം. ഓക്കെ. അപ്പൊ ചിലപ്പോൾ സ്ക്രീൻ ഒന്ന് റെഡി ആവട്ടെ സാർ. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ സാറിന് കാണാൻ കഴിയും. കുട്ടികൾക്ക് ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും വേഗത്തിൽ പറയാനുണ്ടെങ്കിൽ പറയാം. സാധാരണ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ഉള്ളതാണ്. സാറ് കുറച്ച് ടൈം എടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ ചിലപ്പം നമ്മുടെ സല്യൂട്ട് അച്ചീവർ കഴിയുമ്പോഴേക്ക് ഇന്ററാക്റ്റീവ് സെഷൻ നടക്കാൻ സാധ്യതയില്ലാത്ത, അപ്പോഴത്തേക്ക് ചിലപ്പോൾ സാറിന് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വേഗത്തിൽ ഒന്ന് ചോദിച്ചാൽ സാർ മറുപടി പറയും. ഒരു 2 ചോദ്യങ്ങൾ. അല്ലെങ്കിൽ സാർ സംസാരിച്ചതിനെ കുറിച്ചെങ്കിലും പറയാം. ജിതേഷ് ഭായ്. കുട്ടികളുണ്ടോ?
ജിതേഷ് ഭായ് സാറിനോട് എന്തെങ്കിലും ചോദിക്കാൻ? കുട്ടികളുണ്ടോ? കുട്ടികൾക്ക് കൊടുക്കുന്ന അവസരം, കുട്ടികൾ ചോദിക്കട്ടെ, അതല്ലേ നല്ലത്. കുട്ടികൾ ആരും ചോദിക്കാനില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കും. ജിതേഷ് ഭായ് തുടങ്ങിക്കോ. ഒരു 3 മിനിറ്റ് സാറിനോട് എന്തെങ്കിലും ചോദിക്കാം. നമസ്കാരം സാർ, ജിതേഷാണ്. നേരത്തെ പരിചയപ്പെട്ടു നമ്മള്. നമസ്കാരം. കേൾക്കാമോ? എന്റെ വോയിസ് സാർ? നമ്മുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ഗുണമായി മാറ്റിയത് നമ്മുടെ ഇപ്പോഴത്തെ കൊറോണ നമ്മൾ മഹാമാരി എന്ന് പറയാം, മഹാമാരി വ്യാധി എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഒരു ഭീഷണി സ്വരത്തിൽ കാണുമ്പോഴും എനിക്ക് തോന്നുന്നു പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ഗുണപരമായി മാറിയത് കഴിഞ്ഞ കാലഘട്ടത്തിലെ അടച്ചിടലും കർഫ്യൂവും അതുപോലുള്ള കുറച്ച് കാരണം കൊണ്ട് അന്തരീക്ഷം മലീമസമാക്കുന്നതിൽ നിന്ന് കുറെ നമ്മൾ മുക്തരായി എന്ന് എനിക്കൊരു തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം? കേൾക്കുന്നുണ്ടോ? കേട്ടോ സർ? കേൾക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞ കാലം, നമ്മുടെ ഒരു വർഷം നമ്മുടെ അന്തരീക്ഷം മലീമസമാക്കിയിരിക്കുന്ന പ്രധാന കാരണം നമ്മുടെ വാഹന പുക അല്ലെങ്കിൽ അതുപോലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ പ്രശ്നമായിരുന്നല്ലോ, കാർബണിന്റെ. അപ്പൊ അത് അന്തരീക്ഷം ശുദ്ധീകരിക്കുന്നതിന് കൊറോണ നമ്മളെ ഒത്തിരി സഹായിച്ചു എന്നൊരു വാദഗതിയാണ് എനിക്കുള്ളത്. അത് സാറിന് അതിനോട് അഭിപ്രായം എന്തൊക്കെ ഉണ്ടോ? അതല്ല, ഇത് ഇവിടെ നിൽക്കാൻ പോണില്ല. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഭൂമിയെ കുറിച്ചിട്ട് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം നമ്മൾ മാറില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളിൽ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി മറ്റുള്ള ജീവികളുടെ എണ്ണത്തിൽ നോക്കുമ്പോൾ 1% പോലും ഇല്ല. മനുഷ്യൻ എന്ന് പറയുന്ന ജീവിവർഗം 1% പോലും ഇല്ല. ആന മുതൽ കീടം വരെയുള്ള മറ്റുള്ള ജീവികളെല്ലാം ജീവികളാണ്. ഒരു രൂപവും അതിൽ ജീവൻ. അതാണ് ഒരു ജീവി. അങ്ങനെ ഈ ജീവികളെല്ലാം സാഗരങ്ങളിൽ ജീവിക്കുന്ന ജീവികളും മണ്ണിൽ ജീവിക്കുന്ന ജീവികളും എല്ലാം കൂടെ ചേർന്നിട്ട് 99% അവരുടേതാണ് ഈ ഭൂമി. അവരാരും ഈ ഭൂമിക്ക് ഒരു ദോഷവും വരുത്തുന്നില്ല, ഒരു കോട്ടവും വരുത്തുന്നില്ല. നേരത്തെ പറഞ്ഞില്ലേ, അവര് പ്രകൃതിയുടെ ഭാഗമായി, പ്രകൃതിയുടെ അംശമായി, പ്രകൃതി തന്നെയായിട്ട് ജീവിക്കുന്നു. മനുഷ്യനാണ് അവന്റെ കഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അവന്റെ ചരിത്രം എഴുതാൻ ശ്രദ്ധിക്കുന്നു. അവന്റെ ചരിത്രം ഭൂമിക്കെതിരെയുള്ള ചരിത്രമാണ്. അവന്റെ കഥ രൂപപ്പെടുത്തൽ ഭൂമിക്ക് വിരുദ്ധമായ, ജീവന് വിരുദ്ധമായിരിക്കുന്ന ചിന്തയും പ്രവർത്തനമാണ്. ഈ ഓസോൺ പാളി എന്ന് പറയുന്ന ജീവൻ സംരക്ഷണ മണ്ഡലത്തിൽ തുളകൾ വീഴുന്നു, വിള്ളലുകൾ വരുന്നു. അതിനൊന്നും ഈ 99% ജീവജാലങ്ങള് ഉത്തരവാദികളെല്ലാം മനുഷ്യൻ മാത്രമാണ് ഉത്തരവാദി. ഈ മനുഷ്യൻ അടങ്ങുന്നില്ല എങ്കിൽ, അവൻ പിന്തിരിയുന്നില്ല എങ്കിൽ, അവൻ ചിന്തിക്കുന്നില്ല എങ്കിൽ അവൻ ഈ വായുവിനെ മലിനീകരിച്ചു കൊണ്ടേയിരിക്കും. അതാണ് അവന്റെ വികസനം എന്ന വാദം. അവൻ ഈ വികസനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു മായിക വലയത്തിൽ അവൻ പെട്ടിരിക്കുന്നു. അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗവൺമെന്റുകളെല്ലാം അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വികസനമാണ് മേലെ തന്നെ എഴുതി വെക്കുക. വികസനം എന്ന് പറഞ്ഞാൽ വായു മലിനീകരണം എന്ന് ചുരുക്കി പറയാം. അതുപോലെ വികസനം എന്ന് പറയുന്നത് ജലമലിനീകരണമാണ്, ജലവിഷമയമാക്കുക. അതുപോലെ മണ്ണ്, നമ്മള് കൃഷിയിലുള്ള വികസനം എന്ന് പറയുന്നത് എന്താണ്? മണ്ണിലേക്ക് രാസാംശങ്ങള്, രാസവളങ്ങളും കീടനാശിനികളും എല്ലാം കൂടി ഇട്ടിട്ട് എനിക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എനിക്ക് കൂടുതൽ വലിപ്പമുള്ള ചേന ഉണ്ടാക്കണം. അതിന് മണ്ണിലേക്ക് രാസാംശങ്ങൾ ഇട്ട് കൊടുക്കുന്നു. മണ്ണ് ഒരു ജൈവാംശമാണ്. മണ്ണ് ജൈവ ഗുണമുള്ള ഒരു വസ്തുവാണ്. ആ മണ്ണിലേക്ക് ഇവൻ കണ്ടുപിടിച്ചിരിക്കുന്ന രാസപദാർത്ഥങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് അവൻ ചേനയെ വലുതാക്കി ഉണ്ടാക്കി കൃഷി വികസിക്കുകയാണ് എന്ന് പറയുകയാണ്.
ഈ ചേനയും അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ധാന്യവർഗങ്ങളും പഴവർഗങ്ങളും കിഴങ്ങ് വർഗങ്ങളും എല്ലാം മനുഷ്യനിൽ ഉള്ളിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്നു, ക്യാൻസർ ഉണ്ടാക്കുന്നു. അന്തരീക്ഷത്തിലൂടെ അത് കൊറോണയായിട്ടും വേറെ പല പേരൂടാ, ഇനിയിപ്പം പിന്നാലെ വരും. ആ രോഗങ്ങൾ വന്ന് പടരുന്നതായിരിക്കുന്ന അവസ്ഥ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പുതിയ പേരുകൾ മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടും ഇരിക്കും. അതിനുള്ള പോംവഴി എന്ത് എന്ന് അറിയാതെ ഏതൊക്കെയോ കമ്പനിക്കാര് എന്തൊക്കെയോ മരുന്നുണ്ടാക്കുന്നു, വാക്സിൻ ഉണ്ടാക്കുന്നു. അതൊക്കെ നമ്മൾ എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടെ അത് നിർബന്ധപൂർവം എടുപ്പിക്കും. അതെടുത്താൽ മാത്രമേ സ്കൂളിൽ ചേരാൻ പറ്റുള്ളൂ, അതെടുത്താൽ മാത്രമേ ജോലിയിൽ ചേരാൻ പറ്റുള്ളൂ, അതെടുത്താൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ കെട്ടുപാടിൽ പെട്ടിരിക്കുകയാണ് നമ്മൾ. നമുക്ക് രക്ഷയില്ല. അപ്പോൾ പുതിയ രോഗങ്ങളുടെ പേര് കണ്ടെത്തുക എന്നുള്ള കാര്യം മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള എല്ലാം അനുഭവിച്ച് തീർക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കഥ മാറണമെങ്കിൽ, കഥയുടെ ഗതി മാറണമെങ്കിൽ, ഈ ഭൂമി രക്ഷപ്പെടണമെങ്കിൽ, ഈ ഭൂമിയാകുന്ന ജീവനെ നമ്മൾ രക്ഷപ്പെടുത്തണമെങ്കിൽ നാം നമ്മുടെ എല്ലാ ചിന്താപരമായ വികസനത്തിൽ നിന്നും പിൻവാങ്ങേണ്ടിയിരിക്കുന്നു. ഈ വികസനം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടുള്ള നമ്മളുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് നാം പിൻവാങ്ങേണ്ടിയിരിക്കുന്നു. ഓക്കെ സാർ. താങ്ക് യു സാർ. ചിലപ്പം എപ്പിസോഡ് റിലീസ് ചെയ്തതിലേക്ക് പോകാം. ഞാൻ എപ്പിസോഡ് ഷെയർ ചെയ്യാം. ഐഷ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ ഐഷ? സാർ അത് ഫോൺ ചാർജില്ലാത്തോണ്ട് ഇടയ്ക്ക് പോയിട്ട് എനിക്ക് ഫോണിൽ ചാർജ് ഇല്ലാത്തോണ്ട് ചാർജ് വെക്കാൻ വേണ്ടി എനിക്ക് ഇതിന് ഇറങ്ങേണ്ടി വന്നു. ശരി. ഓക്കെ. ഇതിപ്പോ എത്ര ആള് കേൾക്കുന്നുണ്ട് വിനീത മാഡം? സാർ ഒരു 30+ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 26 മെമ്പേഴ്സ് കറന്റ്ലി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ നമുക്ക് അറിയത്തില്ല എത്ര പേര് കാണുന്നുണ്ട് എന്നുള്ളത്. ഫേസ്ബുക്കിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലിങ്ക് കൊടുത്തവർക്ക് സൂമിന്റെ പ്രോബ്ലം ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെ കാണാൻ പറ്റും ലൈവായിട്ട്. ഇപ്പം നമുക്കൊരു 26 ഇപ്പോഴുണ്ട്. തുടക്കത്തിലും 30+ ഉണ്ടായിരുന്നു. 36-40 ഉണ്ടായിരുന്നു. ആവട്ടെ. ഓക്കെ. ഇതാരാണ്? സർ, ഇതാണ് നമ്മുടെ എപ്പിസോഡ്, 30th എപ്പിസോഡ്. സങ്കീർത്തന, ഹോസ്റ്റ് സിതാര, വോയിസ് ടോക്ക് നടത്തുന്നത് സങ്കീർത്തന. സ്റ്റാർട്ട് ചെയ്യാം സാർ. എന്നാൽ എനിക്ക് എഴുന്നേറ്റൂടെ? ഓക്കെ സാർ, ഓക്കെ, കുഴപ്പമില്ല സാർ. സാറിന് എനിക്ക് പോയിക്കൂടെ? എനിക്ക് നാളെ കണ്ണൂർ എത്തേണ്ടതുണ്ട്. ഇതുപോലെ ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്. അതൊരു പുസ്തകത്തെ ആധാരമാക്കിയിട്ടുള്ള ഒരു ചർച്ചയാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. അതൊരു പുസ്തകം, ഞാൻ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച സംവാദമാണ്. അതൊരു ചായപ്പീടികയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ചായപ്പീടിക സംവാദം. അങ്ങനെ നല്ല പുസ്തകങ്ങളൊക്കെ വരുമ്പോൾ ആ ചായപ്പീടികക്കാരൻ ചെയ്യുന്ന ഒരു വായനാവേദിയും
ചിന്താവേദിയൊക്കെയാണ് ചായപീടിക. അപ്പൊ നാളെ അവിടെ വെച്ചിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന മാതൃഭൂമിയാണ് ആ ബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിന്റെ പേര് മോട്ടോർ സൈക്കിൾ ഡയറീസ്. ജോൺ എബ്രഹാമിന്റെ ഒപ്പം മോട്ടോർ സൈക്കിൾ ഡയറീസ്, മോട്ടോർ സൈക്കിൾ യാത്രകളാണ്. അത് അമ്മ അറിയാൻ എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ ജനകീയ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ മോട്ടോർ സൈക്കിളിൽ കേരളം മുഴുക്കെ ഓടിക്കൊണ്ടിരുന്നതിന്റെ കഥയുമാണ്. അപ്പോ ആ പുസ്തകം ആണ് അവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇങ്ങനെ പല സ്ഥലത്തും പുസ്തകം ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ നാളെ അവിടുന്നാണ് ചർച്ചയുള്ളത് കൊണ്ട് യാത്രയാവും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പുസ്തകം കിട്ടുമെങ്കിൽ വായിക്കാവുന്നതാണ്. മോട്ടോർ സൈക്കിൾ ഡയറീസ്, സ്ക്രീനിൽ ജോണിനൊപ്പം. ഇത് തന്നെ അത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് അറിയ കാര്യം. അതെ ഞാൻ വായിച്ചിരുന്നു. നമ്മുടെ ജോയ് സാറോട്ട് ഒപ്പം ഉള്ള യാത്ര തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്ര, അതിനകത്തിലെ ഓരോ സ്ഥലത്ത് വെച്ചും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങള്, വഴി വെച്ച് അമ്മ അറിയാൻ പറയുന്ന സിനിമയുടെ പ്രവർത്തകരുമായി ഓരോരുത്തരെ കാണാൻ കയറിയത്, ഇടയ്ക്ക് സാറിന്റെ തൊപ്പി കൊല്ലത്ത് വെച്ച് മറന്നത്, ആലപ്പുഴയില് കട്ടറിൽ വീണത്, ഇടയ്ക്ക് വെച്ച് രാജ്ദൂത് കേടായത്, പിന്നെ റെഡ് ലൈറ്റ് കത്തുന്നത്, ട്രാഫിക് ലൈറ്റ് റെഡ് ആവുന്നത്, സാർ അവിടെ വണ്ടി നിർത്തുന്നതും ജോയി സാറ് അകത്ത് കയറുന്നതും സാറ് കാത്തിരിക്കുന്നതും. അപ്പൊ നമ്മള് എല്ലാം അറിയുന്ന കൂട്ടരാണ്, ബന്ധുക്കളാണ്. ഓക്കെ, ഈ പുസ്തകം നോക്കൂ സർ. ഈ മോട്ടോർ സൈക്കിൾ ഡയറീസ് ഇല്ലേ, മാതൃഭൂമിയാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വായിക്കും. തീർച്ചയായിട്ടും. എന്നാ അങ്ങനെ. ഓക്കെ, എല്ലാവരോടും ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇതാ മേഡം. താങ്ക് യു സർ. ഓക്കെ, മക്കളെവിടെ? മക്കൾ ഇവിടെ ഉണ്ട് സാർ, അടുത്തടുത്ത്. ഹോസ്റ്റായിട്ട് വരുന്നുണ്ട് സ്പീച്ചിൽ. ഓക്കെ. ആദ്യം തന്നെ എന്നോട് വർത്തമാനം പറഞ്ഞ ആള്. ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു. എല്ലാവർക്കും സ്നേഹം. Thank you. Bye. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ എപ്പിസോഡ് റിലീസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സല്യൂട്ട് അച്ചീവർ ഉറങ്ങിയോ ദിവ്യ? ഉറങ്ങാൻ പോയായിരുന്നു ഇടയ്ക്ക്. ആണോ? ദിവ്യ ഉണ്ടോ? ദിവ്യ നമ്മുടെ സല്യൂട്ട് അച്ചീവറിന്റെ മാതാവാണ്. ദിവ്യ. ഉമേഷ് എത്തിയിട്ടുണ്ടോ? ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഭാഗ്യം. അപ്പൊ നമുക്ക് ഇന്നൊരു നമ്മുടെ വൈറ്റ് ടോക്ക് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ. ഓക്കെ, വൈറ്റ് ടോക്ക് ഇപ്പൊ കഴിയും. അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ നമുക്ക് സല്യൂട്ട് അച്ചീവറിലേക്ക് പോകാം. ഓക്കെ, ഞാനും ഉറങ്ങല്ലേ. നമ്മളുടെ വൈറ്റോക്സിന്റെ 30ാമത്തെ എപ്പിസോഡാണ്. സംഗീതന ചേച്ചിയാണ് ഇന്ന് വൈറ്റൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു ചേച്ചി പറയും. അപ്പൊ നമുക്ക് കാണാം. റെഡി സെറ്റ് ഗോ.
നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നമസ്കാരം, ഞാൻ സങ്കീർത്തന. ഞാൻ തഴവ AVGHSൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ സ്ഥലം തഴവയാണ്. എന്തുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വൈറ്റാക്സിന്റെ 30ാം എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. നമ്മൾ പലരും സ്വയം സ്നേഹിക്കുന്നവര്, സ്വന്തം കഴിവ് മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. നമ്മളെ നമ്മൾ സ്നേഹിക്കാനുള്ള കാരണം പല ഉണ്ട്. ഞാൻ എന്നെ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത് എന്നാൽ ഞാൻ എല്ലാവരിൽ നിന്നും യുണീക്കാണ്, ഞാൻ ബോൾഡാണ്, കോൺഫിഡന്റ് ആണ്. ഇനി ഞാൻ യുണീക്ക് ആണെന്ന് പറയാനുള്ള കാരണം പറയാം. യുണീക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബീങ് ദ ഓൺലി വൺ ഓഫ് ഇറ്റ്സ് ടൈപ്പ് എന്നാണ്. ഞാൻ എന്റെ സൗന്ദര്യത്തിൽ വ്യത്യസ്തയാണ്. ഈ ലോകത്ത് എന്നെ പോലെ ആരുമില്ല. ഞാൻ വ്യത്യസ്തയാണ്. മാത്രമല്ല, ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യം മതിയായിരിക്കും. എന്റെ ചിരി എനിക്ക് മാത്രമുള്ളത്. എന്റെ കണ്ണുകൾ മറ്റാർക്കുമില്ല. എന്നെ പോലെ ആരും സംസാരിക്കില്ല. എന്നെ പോലെ ആരും ചിന്തിക്കില്ല. അതാണ് എന്നെ മറ്റുള്ളവരിൽ നിന്നും യുണീക്ക് ആക്കുന്നത്. ഞാൻ പല കാര്യങ്ങളും വ്യത്യസ്തമായാണ് നോക്കിക്കാണുന്നത്. എനിക്ക് എന്റേതായ ശരികളും തെറ്റുകളും ഉണ്ട്. എനിക്ക് എന്റേതായ ടാലന്റ് ഉണ്ട്. എന്നെ സന്തോഷിപ്പിക്കാനും സങ്കടപ്പെടുത്താനും പല കാരണങ്ങളുണ്ട്. എനിക്ക് എന്റേതായ പാഷൻ ഉണ്ട്, ഹോപ്പ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്. എനിക്ക് പകരം മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ലോകത്ത് ഞാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പലർക്കും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള വിഷയമാണ് കണക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതും കണക്കിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐ ആം യൂണീക്ക്. ഇനി ഞാൻ ബോൾഡും കോൺഫിഡന്റും ആണെന്ന് പറയാനുള്ള കാരണം പറയാം. ഞാൻ എങ്ങനെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് എന്റെ കാഴ്ചപ്പാടിലെ കോൺഫിഡൻസ് എന്ന് പറയാം. എന്താണ് കോൺഫിഡൻസ്? എല്ലാവർക്കും മുകളിലാണ് ഞാൻ, എല്ലാവരെക്കാളും കഴിവുള്ള ആളാണ് ഞാൻ, ഐ ആം ദ ലോർഡ് എന്ന് ചിന്തിക്കുന്നതാണോ കോൺഫിഡൻസ്? ഒരിക്കലുമല്ല. എന്റെ കഴിവുകൾ വെച്ച് മറ്റൊരാളുമായി കമ്പയർ ചെയ്യേണ്ട ഒരാവശ്യമില്ലെന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ കോൺഫിഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരുടേതായ ഡിഫറെന്റ് ടാലൻസ് ഉണ്ട്. എല്ലാവരും യുണീക്ക് ആണ്. പിന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ there is no need of any comparison. നമ്മൾ ആരുടെയും മുകളിലുമല്ല താഴെയുമല്ല എന്ന തിരിച്ചറിവാണ് എന്നെ കോൺഫിഡന്റ് ആക്കുന്നത്. ഒരു കാര്യം കൂടി ചേർക്കുന്നു. നമ്മളെ യുണീക്ക് ആക്കാൻ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് വലിയ പങ്ക് വഹിക്കുന്നു. മാത്രമല്ല, പലരുടെ ജീവിതത്തിലും പലരും കൂടുതൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇനി ഞാൻ എല്ലാവരോടുമായി ഒരു കാര്യം പറയാം. ഞാനത് വീഡിയോയിൽ കണ്ട കാര്യമാണ്, എങ്കിലും പറയാം. സിംഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ സിംഹമല്ല കാട്ടിലെ ഏറ്റവും വേഗതയേറിയ ജീവി, അത് ചീറ്റപ്പുലിയാണ്. ഏറ്റവും വലിയ ജീവി ആനയാണ്, അതും സിംഹമല്ല. ഏറ്റവും ഉയരമുള്ള ജീവി, അതും സിംഹമല്ല. ഏറ്റവും ബുദ്ധിയുള്ള ജീവി സിംഹമല്ല. എന്നിട്ടും കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നത് സിംഹത്തെയാണ്. ഈ പറഞ്ഞ മറ്റു ജീവികളെല്ലാം സിംഹത്തെ കണ്ടു പേടിക്കുന്നു. എന്തുകൊണ്ട്? ആറ്റിറ്റ്യൂഡ്. സിംഹത്തിന് ഇവരെ ആരെയും ഭയമില്ല. സിംഹത്തിന്റെ മനസ്സിൽ താനാണ് ഏറ്റവും ശക്തനായ ജീവി എന്ന ചിന്ത മാത്രം. ഈ സിംഹത്തിന്റെ മനോഭാവമാണ് അവനെ രാജാവാക്കുന്നത്. സിംഹം തിരിഞ്ഞോടാൻ തയ്യാറല്ല. എത്ര ശക്തൻ തന്റെ മുന്നിൽ വന്നാലും, എത്ര വലിയവൻ തന്റെ മുന്നിൽ വന്നാലും സിംഹം തിരിഞ്ഞോടില്ല, നേരിടും. ഒരു കാര്യം മനസ്സിലുറപ്പിച്ചാൽ അത് മാത്രമാണ് പിന്നെ അവന്റെ കണ്ണിൽ. ശരീരത്തെക്കാൾ അവന്റെ ശക്തി മനസ്സിലാണ്. That attitude to chase, never fear. സിംഹം നോക്കുന്നത് തന്റെ ശരീരത്തിലല്ല, തന്റെ ഉയരത്തിലല്ല, തന്റെ സാഹചര്യത്തിലല്ല, തന്റെ ലക്ഷ്യത്തിൽ മാത്രമാണ്. റൊണാൾഡോയോട് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, മെസ്സിയാണോ താങ്കളാണോ മികച്ച കളിക്കാരൻ എന്ന്. റൊണാൾഡോ പറഞ്ഞ ഉത്തരം, ലോകത്തിലെ തന്നെ മികച്ച കളിക്കാരൻ ഞാനാണ്. എന്റെ മനസ്സിൽ, എന്റെ കണ്ണിൽ ഞാനാണ് ഏറ്റവും മികച്ച കളിക്കാരൻ. ഐ ആം ദ ബെസ്റ്റ്. മനോഭാവമാണ് എല്ലാ വിജയവും നിർണയിക്കുന്നത്. നമ്മളിൽ പലരും മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്നു. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ള എല്ലാവരും
വ്യത്യസ്തമായി ചിന്തിച്ചവരും യുണീക്കായി പ്രവർത്തിച്ചവരുമാണ്. കലാം സാറിനോട് അദ്ദേഹത്തിന്റെ സ്പീച്ചിനിടയിൽ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, നമുക്കെങ്ങനെ യുണീക്ക് ആവാം, നമുക്കെങ്ങനെ വ്യത്യസ്തമായി പ്രവർത്തിക്കാം, നമുക്കെങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാം എന്ന് ചോദിച്ചു. ഇതിന് മറുപടിയായി കലാം സാർ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചുറ്റിനുമുള്ളവർ നിങ്ങളെ ആരൊക്കെ പോലെയാണ് ആക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകുക എന്നതല്ല, നിങ്ങൾ നിങ്ങളായാൽ മതി. അടുത്ത വീട്ടിലെ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളുടെ മാർക്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. കലാം സാർ പറയുന്നു, നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ സാധിക്കില്ല, നമ്മളായാൽ മതി. നമ്മളിലെ പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മളായാൽ മതി. അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവ് മനസ്സിലാക്കി അതിനെ ഫോളോ ചെയ്യുക. ഇതുവരെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. സംഗീതം ചേച്ചിയുടെ എല്ലാവരും കേട്ടില്ലേ? സൂപ്പർ അല്ലാണോ? എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്ത എപ്പിസോഡായി വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും എപ്പിസോഡ് കാണാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ആവണി. താങ്ക് യു സങ്കീർത്തന ആൻഡ് സിത്താര. വളരെ നല്ലൊരു വൈറ്റ് ടോക്ക് എപ്പിസോഡ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കണം എന്ന വലിയൊരു ആശയമാണ് സങ്കീർത്തന നമുക്ക് പറഞ്ഞു തന്നത്. താങ്ക് യു സങ്കീർത്തന. അടുത്തതായി സല്യൂട്ട് ആൻഡ് അച്ചീവർ പ്രോഗ്രാം ആണ്. അതിനായി കായംകുളത്തിന്റെ അഭിമാനമായി മാറിയ, അതിലുപരി എന്റെ സ്വന്തം നാട്ടുകാരി കൂടിയായ ദാൻവി ഉമേഷിനെ സ്വാഗതം ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തുള്ള എരുവയിലാണ് ദാൻവിയുടെ സ്ഥലം. ദിവ്യ ഉമേഷ് ദമ്പതികളുടെ ഏക മകളാണ് 2.5 വയസ്സുകാരിയായ ദാൻവി കുട്ടി. 2.5 വയസ്സുള്ളപ്പോഴാണ് മിടുക്കി കുട്ടിയായിട്ടുള്ള ദാൻവി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. വെൽക്കം ദാൻവി. താങ്ക് യു. ഒരു ഹായ് പറഞ്ഞു. അത് തരും നീക്കി തരും. ഞാനൊരു ഹായ് പറ. ഹായ് ദാൻവി കുട്ടി. ആ ചേച്ചി അറിയോ? ഹായ് ദാൻവി. സിത്തു സിത്താരക്ക് ഇതാരാ? അതാരാ നോക്കി ഇതാരാ? ഇതാരാ? ഹായ് പറ. സിദ്ധു വിളിച്ച സിദ്ധു. ഹായ് ദാൻവി. നമുക്ക് ദാൻവിയുടെ പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? കുറച്ച് വീഡിയോസ് ദാൻവി നേരത്തെ ചെയ്ത് ദാൻവി പെർഫോം ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അർഹയായ ചില വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. അല്ലാതെ ഇപ്പൊ കാണിക്കാൻ പറ്റുമോ ദിവ്യ? ഇപ്പൊ കാണിക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ. വീഡിയോസ് ദാൻവിക്കുട്ടിയെ നമുക്ക് ദാൻവിയുടെ പെർഫോമൻസ് കാണാം എല്ലാവർക്കും. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. മൂഡിലല്ലെന്ന് തോന്നുന്നു. ദാൻവി നല്ല മൂഡിലല്ല. ഓക്കെ, ദാൻവിയുടെ പെർഫോമൻസ് കാണാം. ഓക്കെ, സിത്താര ഇപ്പൊ വന്നല്ലോ. സിത്താര വന്നില്ലയോ? ആര് വീട്ടിലല്ല, ഇതില് കണ്ട് ഇതിപ്പൊ കാണും. ഇപ്പൊ സിദ്ധു വരും. നോക്ക്. ഹായ് ഹായ് ഹായ്.
നോക്ക് നോക്ക്. അതാരാത്? ഇതാരാ നോക്കി? ഡാനു ഹായ് പറ. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ദാനു സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ എല്ലാവർക്കും? ദാൻവിയുടെ പെർഫോമൻസ് നമ്മുടെ കയ്യിൽ കുറച്ച് വീഡിയോസ് ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം കാണാം. ഇതിനകത്ത് ദാൻവി ഫേമസ് പേഴ്സണാലിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. കാണാം. ഇതാര് നോക്ക്. ആ ഇതാര് 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 എന്തുവാ? ആ ഇതാര് 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 മമ്മൂട്ടി ഇതാര് ആദിത ഇതാര് മണി ഇതാര് നേ ഇതാര് പിത്തി ഇതാര് ഇന്നി ഇത് പിരി പിരി ഇത് അബി ഇത് തടി ആ ഇത് പനെ തടി ആ ഇത് മനു ഇത് മമത ഇത് തന്മ ഇത് കുകിതി ഇത് ആബ ഇത് തടി ഇത് പിദോടെ ഇത് ഡിഗി ഇത് നിക്ക ഇത് ഇങ്ങനെ ആക്കുന്ന നിയമസഭാ സ്പീക്കർ നോക്ക്. താനു ഇതാര്? ആ കറക്റ്റ്. ഇത് 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 പറ സ്പീഡിൽ പറ. ആണ്ടെ നോക്ക്. അയ്യോ നോക്ക് സ്പീഡിൽ പറ. പച്ചമുളക് കണ്ടില്ലേ? പച്ചമുളകിനെ പച്ചമുളക്. ഓക്കെ. ഇഞ്ചിയോ? ഇഞ്ചി. ഓക്കെ. കറിവേപ്പില. ഓക്കെ. ഇനി വഴുതനങ്ങ എടുത്തോട്. ക്യാരറ്റ്. ഓക്കെ. ഇനി പുളി എന്തേടാ? ഓ ഓക്കെ. കൊടുത്തേര്. സവാള ഉള്ളിയോ? സവാള ഉള്ളി. ആ ഓക്കെ. കിഴങ്ങ്. ആ ഓക്കെ. വെളുത്തുള്ളി എടുത്തു കൊടുക്കണം. ഓക്കെ. തക്കാളി. ഓമയ്ക്ക. ആ ഓമയ്ക്ക എടുത്തു കൊടുക്കടാ. ഓക്കെ. ആ ഇനി തേങ്ങ എടുത്തോട്. ഓക്കെ. കൊച്ചുള്ളി എടുത്തു കൊടുത്തേ. കൊച്ചുള്ളി എടുത്തു കൊടുത്തേ. ഓക്കെ. ഇനി പച്ചച്ചീര എടുത്തു കൊടുത്തേ. ചീര പച്ചച്ചീര എടുത്തു കൊടുത്ത്. ആ ഓക്കെ. ആ ഓക്കെ. ബീൻസ് എടുത്തേ. ബീൻസ് എടുക്കടാ. ബീൻസ് എടുത്തേ മോനെ. ബീൻസ് കറക്റ്റ് ആയിട്ട് എടുത്ത്. ബീൻസ്. ഓക്കെ. ആ കൊടു.
ഇനി ചീനി ഏതാ? ചീനി ചീനി. ഓക്കെ. ഇനി ചുമല ചീര എടുത്തു കൊടുത്തേ. ചുമല ചീര. ഓക്കെ. ഇനി വെള്ളരിക്ക എടുത്തു കൊടുത്തേ. ഓക്കെ. ബീട്രൂട്ട് കൊടുത്തേ. ഓക്കെ. ഇനി ടളിപ്പ് കാണിച്ച ടളിപ്പ്. ഓക്കെ. ഇനി വീട്ടിലെ ഓർക്കിഡ്. ഓക്കെ. ആന്തൂറിയം. ഓക്കെ. ലീലാമ്മയുടെ വീട്ടിലെ റോസ്. ഓക്കെ. മഞ്ഞ കളറിലെ മാരിഗോൾഡ്. ഓക്കെ. ഡെയ്സി വെള്ളയിൽ മഞ്ഞ. ഓക്കെ. ഇനി ഒരു വേലിയുടെ അടുത്ത് നിൽക്കുന്ന ഗ്ലാഡിയസ്. വേലിയുടെ അടുത്ത് നിൽക്കുന്ന ഗ്ലാഡിയസ്. ഗ്ലാഡിയസ് ഗ്ലാഡിയസ്. ഞാൻ ഗ്ലാഡിയസ് കറക്റ്റ് കാണിക്ക്. ഓക്കെ. ഡാനുൻ എണ്ണ കാച്ചുന്ന ഹിബിസ്കസ്. ഓക്കെ. സൺഫ്ലവർ സൂര്യന്റെ. ഓക്കെ. നാഷണൽ ഫ്ലവർ ലോട്ടസ്. ഓക്കെ. ഡാലിയ. ഓക്കെ. ലില്ലി. ഓക്കെ. ഗ്ലാഡിയസ്. ഓക്കെ. ഇതെന്തോ? ഇത് 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 യാക്കി എന്തുവാ? ഇത് 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 നെയിം ഓഫ് അവർ കൺട്രി. മുറുക്കപ്പറ. മുറുക്കപ്പറ ദാനു. മുറുക്കപ്പറ. സ്റ്റേറ്റ്. ജില്ല. ഡിസ്ട്രിക്ട്. പഞ്ചായത്ത്. രാഷ്ട്രഭാഷ. പ്രൈം മിനിസ്റ്റർ. പറ. നോട്ടിലുള്ള അപ്പൂപ്പൻ. നോട്ടിലുള്ള അപ്പൂപ്പനോ? പ്രതിപക്ഷ നേതാവ്. മുഴുവൻ പേര് പറ. മുറുക്കപ്പറ. മുറുക്കപ്പറ. നൂറിനാട്ടുകാരനായ കൃഷിമന്ത്രി. ഇങ്ങോട്ട് നോക്കിയിട്ട് പറ. ദാനു. നൂറിനാട്ടുകാരനായ കൃഷിമന്ത്രി ആരാ? അത് പ്രതിപക്ഷ നേതാവ്. ഇനി കൃഷിമന്ത്രിയുടെ പേര് പറ. ഓക്കെ. ഇനി നിയമസഭാ സ്പീക്കർ ആരാ? ദാനു. ഇങ്ങനെ നിയമസഭാ സ്പീക്കർ. ദാനു ഇങ്ങനെ കാണിക്കുന്ന നിയമസഭാ സ്പീക്കർ ആരാ? അമ്മ നോക്കിയിട്ട് പറ. ദാനു. മുറുക്കപ്പറ. പാല് തരുന്നൊരു മൃഗം. മുട്ട തരുന്ന ഒരു ഡൊമസ്റ്റിക് ആനിമൽ. ശിവാനി ചേച്ചിയുടെ വീട്ടിലെ മുട്ട തരുന്നത്. ഓക്കെ. കരയിലെ ഏറ്റവും വലിയ മൃഗം. ദാനു. ഓക്കെ. മുറ്റത്തുള്ള കേരവൃക്ഷം. കേരളത്തിന്റെ ബലം. നാഷണൽ ഫ്രൂട്ട് ഏതാ? നാഷണൽ റിവർ ഏതാ? നമ്മൾ മുഖമൊക്കെ കഴുകുന്ന കാലൊക്കെ കഴുകുന്നേ. ഇങ്ങോട്ട് നോക്ക്. നാഷണൽ റിവർ ഏതാ? ആദാ മുട്ടിച്ചര. ദാനു. നാഷണൽ റിവർ. മുറുക്ക പറഞ്ഞേ. ഓക്കെ. നാഷണൽ ഗെയിം ഏതാ ദാനു? ഇങ്ങോട്ട് നോക്ക്. ദാനുവേ അമ്മ നോക്ക്. ഞാൻ പറ. നാഷണൽ ഗെയിം പറ. മുറുക്ക പറ. മുറുക്ക പറയടാ. കേൾക്കുന്നില്ല.
ഓക്കെ. ഉറുമ്പിനെ കൊല്ലുന്ന രണനാശിനി എന്തുവാ? മീൻ കേടുകൂടാതെ വരുന്നത് സൂക്ഷിക്കുന്ന സ്ഥലം? ദാനുവിന്റെ കാറിന്റെ പേര്? കാറിൽ എന്തുണക്കുമ്പോഴാ ദാനു തണുക്കുന്നേ? ഇങ്ങോട്ട് നോക്കിട്ട് പറ. AC ഇടുമ്പോ തണുക്കുവോ? ഓക്കെ. മാസ്ക് വെക്കാതെ പൊതുസ്ഥലത്തിറങ്ങി ദാനുവിനെ ആര് പഠിക്കും? ആരാ അറസ്റ്റ് ചെയ്യുന്നേ? സ്കൂട്ടർ ഓടിക്കുമ്പോഴേ തലയിൽ എന്തോ വെക്കണ്ടേ നാനാൻ വേണ്ടി? ഓക്കെ. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കാർ ഓടിച്ചാൽ ആര് അറസ്റ്റ് ചെയ്യും? ഓക്കെ. കൃഷ്ണ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്ഷണം ഏതാ ദാനു? കേരളത്തിന്റെ മെഗാസ്റ്റാർ ആരാ? കേരളത്തിന്റെ മെഗാസ്റ്റാർ അമ്മ നോക്കിട്ട് പറഞ്ഞേ. ദാനു ദാനു മുറുക്ക് പറ. ഓക്കേ. താങ്ക് യു. കേരളത്തിന്റെ മെഗാസ്റ്റാർ. പിന്നെ മോഹൻലാൽ ഫാൻസ് പ്രശ്നം ഉണ്ടാക്കില്ല. ഓക്കെ. ദിവ്യ, ഇനി എന്തെങ്കിലും ഉണ്ടോ കാണിക്കാനായിട്ട്? എന്തെങ്കിലും ഉണ്ടോ, പറയാനുണ്ടോ? എന്റെ ഫോണിലുള്ള കുറച്ച് വീഡിയോസ് ആണ് ഞാൻ ഷെയർ ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് കുട്ടികൾക്ക് ആർക്കെങ്കിലും പിന്നെ ദാൻവിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ദാൻവിയുടെ അമ്മയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ധന്യോട് പറയാനുള്ളത് പറഞ്ഞോളൂ കേട്ടോ, കുട്ടികളെല്ലാം. കൺഗ്രാറ്റുലേഷൻ ധാൻവി. താങ്ക് യു. ധാൻവി എത്ര വയസ്സിൽ വർത്താനം പറയാൻ തുടങ്ങി? ധാൻവി ഒരു ഏകദേശം ഒരു 1.5 വയസ്സൊക്കെ ആയപ്പോ മുതല് ചെറിയ വാക്കൊക്കെ സംസാരിക്കായിരുന്നു മോളെ. ചെറിയ വാക്കുകളൊക്കെ. നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ കാണിച്ചു കൊടുത്താൽ, ചിലപ്പം കണ്ണ്, മൂക്ക് അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്താലൊക്കെ ചില വാക്കുകളൊക്കെ പറയുമായിരുന്നു. ഓക്കെ. സാത്വികയ്ക്കൊന്നും ചോദിക്കാനില്ലേ? സാത്വിക എന്താണെന്ന് ചോദിക്കാതിരിക്കുന്നത്? സാത്വികയുടെ വീടിന്റെ അടുത്തുള്ള ആളാണ് സാത്വിക. സാത്വിക കേൾക്കുന്നുണ്ടോ? എന്നാ ക്യാമറ കുറച്ചുകൂടെ താഴ്ത്തി വെച്ചിട്ട് ചോദിക്കും. ധാനുവിക്ക് ഈ വീഡിയോസ് കാണിച്ചതിന് ചേർത്ത് ഇത്രയും കൊച്ചു പ്രായത്തിൽ തന്നെ ഇതേപോലത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെ പറ്റി പറയാൻ? മോളെ ഒരു നല്ല ചോദ്യമായിരുന്നു. അതിന് ആന്റിക്ക് പറ്റുന്ന പോലെ ആന്റി ഉത്തരം പറയാം. പിന്നെ ഈ ധാൻവി ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഒരു 1.5 വയസ്സായപ്പോ ആ സമയത്ത് തന്നെ ചെറിയ വാക്കുകളൊക്കെ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പറഞ്ഞ് കണ്ടില്ലേ, പച്ചക്കറികൾ കാണിച്ചില്ലേ, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ, നമ്മുടെ ബോഡി പാർട്സ്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ മുറ്റത്തിറങ്ങി നിന്നിട്ട് സണ്ണിനെ മൂണിനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അതൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷെ തിരിച്ചൊന്നും അങ്ങനെ എടുത്തു പറയത്തൊന്നുമില്ല. പക്ഷെ കുറെ തവണ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിലപ്പം മുറ്റത്തിറങ്ങിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളിപ്പോ മൂണിനെ കണ്ടെങ്കിൽ മൂണിനെ ആക്ഷൻ കാണിച്ച് കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ചെറിയ കാര്യമൊക്കെ പറയും, ഓർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടൊക്കെ തോന്നി. അതായിരുന്നു എനിക്കൊരു ചെറിയൊരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയാനുള്ളൊരു കാര്യം. പിന്നെയാണെങ്കിൽ അതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് അന്ന് അയക്കാൻ വേണ്ടിയിട്ടോ അല്ല വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടോ ഒന്നും ഉള്ളൊരു പ്രിപ്പറേഷനോ മറ്റോ ഒന്നും ആയിരുന്നില്ല. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അതൊക്കെ പഠിച്ചു എന്നല്ല ഒന്നുമില്ല. അങ്ങനെ ഞാൻ
വളരെ അവിചാരിതമായിട്ട് നിങ്ങളെപ്പോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു 1.5 വയസ്സുകാരന്റെ വീഡിയോ വളരെ അവിചാരിതമായി ഞാനൊരു ഫേസ്ബുക്കിൽ കണ്ടു. എന്റെ പേര് ഞാൻ എടുത്തു പറയേണ്ടതാണ്. പത്മനാഭ ആകാശ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയായിരുന്നത്. അത് ഞാൻ എനിക്ക് തോന്നുന്നു നൂറിനാടാണ് അതിന്റെ വീട്. ഞാൻ FB-യിൽ കണ്ടതാണ്. അവിചാരിതമായി കണ്ടൊരു കുട്ടിയായിരുന്നു. അവന് 1.5 വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി. അവന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇന്ന് എന്റെ മകളെ സല്യൂട്ട് അച്ചീവർ എന്ന ഈവന്റിലേക്ക് വിളിക്കുമ്പോൾ എനിക്ക് സല്യൂട്ട് കൊടുക്കേണ്ടത് ആ പത്മനാഭ ആകാശാണ്. എന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച, എന്തുകൊണ്ട് എന്റെ മകളും ഇങ്ങനെയൊക്കെ പറയുന്നു എന്നിട്ടും ഞാൻ അതിനെ കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഒരു വഴി അവൾക്ക് കണ്ടെത്തി കൊടുത്തില്ല എന്ന് എന്നെ കൊണ്ട് ചിന്തിപ്പിച്ച, നിങ്ങളുടെ ഈ വൈ ടോക്സ് പോലെ വൈ എന്ന് എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചത് പത്മനാഭ ആകാശായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ആ മോൻ പറയുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളൊന്നും കുഞ്ഞു പറയില്ല, എങ്കിലും ഈ പറഞ്ഞതുപോലെ ആളുകളുടെ പേര് പറയുമായിരുന്നു. ആരെങ്കിലും വീട്ടിൽ വന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ചോദിക്കുമായിരുന്നു ആരാന്ന്. ഇപ്പൊ 1-2 തവണ കണ്ടു കഴിഞ്ഞാൽ അവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഉച്ചരിക്കാൻ പറ്റുന്നത് പോലെ പേര് പറയും, അല്ലാതെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ പറയത്തില്ല. അങ്ങനെ ചിലപ്പോ ഒരു പേരിന്റെ പകുതി വാക്കായിരിക്കും പറയുന്നത്. അങ്ങനെ ഒരു 53ഓളം പേരുകളെ ഞാൻ പഠിപ്പിച്ചു. പിന്നെ ചെറുതിലെ ഈ വണ്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ കാറില്ലായിരുന്നു. അയലത്ത് വീട്ടിലെ കാർ എടുക്കുന്ന സമയത്ത് എല്ലാ കാറിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ വണ്ടികളോടുള്ള പ്രേമം, അതാണ് ഞാൻ ശരിക്കും പറഞ്ഞ കാറിന്റെ ലോഗോസ് പഠിപ്പിച്ചു കൊടുത്താലോ എന്ന് തോന്നിയത്. അത് ചെറിയ കുട്ടിയല്ല, നിങ്ങളെ പോലെ ചെറിയ കുട്ടിയാണ്. നമ്മളിപ്പോ ബെൻസ് കാർ ഇതാ മോളെ എന്ന് പറഞ്ഞാൽ പഠിക്കില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഓരോരുത്തരുടെ പേര് അവർക്ക് അറിയാവുന്ന, അവളുടെ ഏറ്റവും പരിചിതരായ ആൾക്കാരുടെ പേരുകൾ. പിന്നെ വളയുടെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓടിക്കാറിന്റെ ലോഗോ, ഞാൻ പറഞ്ഞു വള പോലത്തെ കാറിലെ മോളെ വള പോലത്തെ ലോഗോ ഉള്ളത് ഓടിക്കാറെന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് എനിക്കൊന്ന് പഠിച്ച ഒരു ടോപ്പിക് ആയിരുന്നു അത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് എനിക്ക് അയക്കാൻ തോന്നിയതും. അങ്ങനെ അത് ഉറപ്പായിട്ടൊന്നും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടായിരുന്നില്ല, എങ്കിലും അവൾ അതിൽ വിജയിച്ചതിൽ വളരെ സന്തോഷം. ഈ അവസരത്തിൽ ഞാൻ ആ മോനെ ഓർക്കുന്നു. അവനും എന്റെ വക ഒരു ഗ്രേറ്റ് സല്യൂട്ട്. ഓക്കെ, താങ്ക് യു ആന്റി. ദിവ്യയ്ക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു ഗ്രേറ്റ് സല്യൂട്ട്. അതുപോലെ നമ്മുടെ ഈ കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ ഗ്രൂപ്പില് നന്നായിട്ട് അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷീജ ടീച്ചറിന് ഈ കുട്ടിയോട് എന്താ ചോദിക്കാനുള്ളത്? ടീച്ചർ അവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലോ. ടീച്ചറിന് എന്താ ചോദിക്കാൻ? ടീച്ചറിന് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. ഒരുപാട് ഇഷ്ടമായി. മോള് സംസാരിച്ചില്ലെങ്കിലും മോളുടെ അമ്മ പറഞ്ഞ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു മോളെ കിട്ടിയത് ഭാഗ്യാണ്. ശരിക്കും ആ ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കി അത് കൃത്യമായിട്ട് പറയാൻ ഒരു കുഞ്ഞിനും തന്നെ പറ്റില്ല. അത് അമ്മയുടെ പരിശ്രമം തന്നെയാണ്. പല പ്രാവശ്യം പറഞ്ഞു കൊടുത്ത കുഞ്ഞ് ഓർത്തിരുന്നത് പറയാന്ന് പറഞ്ഞാല് ഒരു വലിയ കാര്യമാണ്. ഞാനും ഒരു വലിയ സല്യൂട്ട് അമ്മയ്ക്ക്. താങ്ക് യു സോ മച്ച് ടീച്ചർ. ഷീജ ടീച്ചറാണ് നമ്മുടെ കുട്ടികളെ ഏകദേശം 7ാം ക്ലാസ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ തയ്യാറാക്കുന്നതും നമ്മുടെ അക്കാഡമിക് ടീമിലെ ആളാണ് ടീച്ചർ. പ്രകൃതി അറിയാം എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രോജക്റ്റിന്റെ ലീഡ് ചെയ്യുന്നത് ടീച്ചറാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിപ്പോ തന്നെ ഒരു 20 മിനിറ്റ്സ് അധികമായിട്ടുണ്ട്. 20 മിനിറ്റ്സ് 9 മണിക്കാണ് നമ്മൾ തീർക്കുന്നത്. സാധാരണ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം വേഗത്തിൽ. അനഘയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അനഘ ഈ ചെറിയ പ്രായത്തിലെ ഓതർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അനഘയുടെ പേരിൽ ഒരു പുസ്തകമുണ്ട്. നമ്മുടെ അവതാരിക അത് പറഞ്ഞായിരുന്നെന്ന് തോന്നുന്നു ആദ്യം ടൈം മാനേജറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം. അനഘയുടെ പുസ്തകത്തിന്റെ പേരെന്താ അനഘ ഒന്ന് പറഞ്ഞത്? Rainbow through my locked down window. Rainbow through my lockdown window. Great. Thank you, Andy. ഓക്കെ, അപ്പൊ നമുക്ക് ആവണി ഒരു 2 സെക്കൻഡ്. ഓക്കെ.
അപ്പൊ എന്തായാലും എൻ്റെ മോളെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സല്യൂട്ട് അച്ചീവർ എന്ന് പറഞ്ഞ വളരെ അർത്ഥവത്തായ ഒരു പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ഇതിന്റെ വൈടോക്സിന്റെ എൻ്റെ ടീം അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ എത്തുകയും എൻ്റെ മോൾക്ക് മൊമെന്റോ കൈമാറുകയും ചെയ്ത ഡോക്ടർ നിർമ്മലിനും എന്റെയും കുടുംബാംഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരു കാര്യം കൂടി എടുത്തു പറയത്തക്കാണ്, ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സഹോദര തുല്യരായ സുമേട്ടനും വിനീത ചേച്ചിയും തുടങ്ങിയ ഈ വൈടോക്സ് എന്ന പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ദിവ്യ. താങ്ക് യു ദിവ്യ. വിനീത സംസാരിക്കും. ധാന്വി, ദിവ്യ ഇവരാരും ഞങ്ങൾക്ക് ഗസ്റ്റ് അല്ല ഇന്നത്തെ വൈടോക്സിലെ. ഞങ്ങളുടെ അയലത്തുകാരെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ദൂരമൊന്നുമില്ല. ഞങ്ങളുടെ സ്വന്തം ഫാമിലി പോലെയുള്ള ആൾക്കാരാണ്. ദിവ്യയുടെ അമ്മയായാലും എല്ലാവരും ഞങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സ് തന്നെ പറയാം. അത്രയ്ക്ക് അടുപ്പമുള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ ഇങ്ങനെ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോഴും ഞാൻ ധാന്വിയുടെ ഏജ് 2.5 വയസ്സാണ് സത്യം പറഞ്ഞ അത്രയ്ക്ക് എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയില്ല. പിന്നെ ഞാൻ ദിവ്യയോട് സംസാരിച്ചപ്പോഴാണ് മോക്ക് 2.5 വയസ്സേ ആയുള്ളൂ എന്ന് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി, എങ്ങനെ ഇത്രയും പ്രാപ്തമായി എന്നുള്ളത്. അത് ശരിക്കും നമ്മൾ അഡ്മയർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. രണ്ടുപേരുടെ സൈഡിൽ നിന്ന്, അമ്മ എടുത്ത ആ ഒരു എഫേർട്ടിൽ നിന്നും കുട്ടിയുടെ സ്വതസിദ്ധമായിട്ടുള്ള ആ ഒരു കഴിവ് തീർച്ചയായിട്ടും കുഞ്ഞിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ധാന്വിയുടെ ഉള്ളിൽ അങ്ങനെ ഗ്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഉണ്ട്, ഒരു അങ്ങനെ ഒരു ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇത് പ്രാക്ടീസിലൂടെ എല്ലാ പേരൻസിനും അവരുടെ മക്കൾക്ക് നേടിയെടുക്കാൻ അങ്ങനെ പ്രാപ്തമാക്കാൻ കഴിയും. എല്ലാ പേരൻസും നമ്മളിപ്പോ എഴുതിപ്പിക്കണം. പ്രത്യേകിച്ച് ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സംസ്കാരമുണ്ട്, ഇത്ര വയസ്സിൽ മാത്രമേ എഴുതി തുടങ്ങിയാലേ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാവുള്ളൂ എന്നുള്ള ഒരു അത് നമ്മൾ കുറെ കാലം കൊണ്ട് പഠിച്ചു വന്ന വിശ്വസിച്ച് വന്ന അത് അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റത്തില്ല, അന്ധവിശ്വാസം എന്നാൽ അത് നേരായിട്ടുള്ള വിശ്വാസം അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു പർട്ടിക്കുലർലി ഒരു 2.5 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് എന്ന് പറയുന്ന ഒരു ബോർഡർ ഒന്നും ഇല്ല. അത് എപ്പോ അവർ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ പ്രകൃതിയെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു, എപ്പോ അവർ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് വരുന്നു, ആ ഒരു ടൈമില് പേരൻസ് അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും അവരുടെ ആ ഒരു കഴിവിനെ തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു പ്രാക്ടീസ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എത്ര അവരുടെ ആ ഒരു അവരെത്ര അറ്റൻഷൻ ഇങ്ങോട്ട് തരുന്നു അതിനനുസരിച്ച് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും അത് പ്രാപ്തമാകും. അല്ലേ ദിവ്യ? അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു വിശ്വാസങ്ങൾക്കും ഓപ്പോസിറ്റ് ആയിട്ട് പറയില്ല. ഒരു പർട്ടിക്കുലർ ഏജിൽ ചെന്നിട്ടേ കുഞ്ഞുങ്ങൾ എഴുതാവുള്ളൂ പഠിക്കാവുള്ളൂ എന്നുള്ളത് കുറച്ചൊന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നേരത്തെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. അവിടെ നമ്മളൊരു റിസ്ട്രിക്ഷൻ, ഒരു ലിമിറ്റേഷൻ, ഒരു ബോർഡർ ലൈൻ ഒന്നും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, അപ്പൊ അവർ റെസ്പോണ്ട് ചെയ്യും. പാടിക്കൊടുക്കാം മൾട്ടിപ്പിൾ ടൈംസ്. നമ്മുടെ ഒരു ഇതിന്റെ ഒരു സയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തവണ, ഒന്നിലധികം അല്ലെങ്കിൽ 3-ലധികം എത്ര തവണ പറഞ്ഞു കൊടുക്കുന്നോ അപ്പൊ അത്രയും അവർ ശ്രദ്ധിക്കും, അവരുടെ ബ്രെയിനിൽ അത് കോപ്പീഡ് ആവും. പ്രത്യേകിച്ച് ഇമേജ് വെച്ചുള്ള കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ മെമ്മറിയെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇമേജ് വെച്ച് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാട്ടിക്കൊടുത്ത് അതിനെ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കുക. ഇൻസിഡൻസും പിന്നെ പഠിക്കാൻ പോകുന്ന 1, 2, 3, 4 ആണെങ്കിലും അതിന് ഇമേജ് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ഒരു എപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ സമയത്ത് അവർക്ക് അത് ബ്രെയിനിൽ കിട്ടുന്ന അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കേയില്ല. അപ്പൊ നമ്മൾ അവരെങ്ങനെയാണ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ എല്ലാ പേരൻസും ശ്രദ്ധിക്കുക. കുറച്ചൊക്കെ ചിലപ്പം ബിസിയുടെ ഇടയ്ക്ക് നമുക്കൊരു ചിലപ്പോൾ അത് അലട്ടലായിട്ട് തോന്നുമെങ്കിലും അത് കുട്ടികളുടെ ഒരു കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുത്ത് അവരെ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടി കുറച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ മക്കൾക്കും, ഞാനും 2 കുട്ടികളുടെ അമ്മയാണ്, അപ്പൊ നമ്മൾ ഒത്തിരി തവണ പറയുന്നത് നമ്മൾ എങ്ങനെ ഒരു സിനിമ പാട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പഠിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മളെക്കാളും പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞു കൊടുക്കുക, മൾട്ടിപ്പിൾ ടൈംസ് കാണിച്ചു കൊടുക്കുക, ഇമേജസ് മൾട്ടിപ്പിൾ ടൈംസ് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പൊ ഒന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ നേരത്തെ ട്രൈ ചെയ്തിരുന്നു, ഒന്ന് പഠിപ്പിക്കാൻ പറഞ്ഞാൽ മതി, നമ്മുടെ പോസ്റ്റ് പോലെ ഇരിക്കുന്ന നമ്പർ ഏതാ 1. അതെ 3 ആണെങ്കിൽ പറയുക, ഒന്നുകിൽ പറയുക ഒരു ഫോൺ പോലെ ഇരിക്കുന്ന
10 ആണെങ്കിൽ പറയുക ഒരു വടിയുടെ അപ്പുറത്തൊരു മുട്ട ഇരിക്കുന്നു, അപ്പൊ ഏത് നമ്പർ, അങ്ങനെയൊക്കെ ചോദിച്ച് നമുക്ക് കുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ചെടുക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. കൊച്ചു കുട്ടികൾക്കൊന്നും ആധികാരികമായിട്ട് പഠിക്കുന്ന ഇഷ്ടമല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ജോക്ക് വഴി ചെറിയ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരും ഏജിന് ഒരു ലിമിറ്റ് കൊടുക്കാതെ എപ്പോ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നോ അപ്പം പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് എന്റെ ഒരു പറയാനുള്ള ഒരു കാര്യം. ദിവ്യക്കും എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് പറയാനുള്ളതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. അല്ലാതെ ഒരിക്കലും ഇത്രയും ചെറിയൊരു കുട്ടിയെ അല്ല നമ്മൾ ഇന്ന കാര്യം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രഹിച്ച് അത് മനസ്സിലാക്കാനുള്ള ഒരു ഏജ് ആയിട്ടില്ല. കാണുന്ന പരിചയമുള്ള അതേ ഉള്ളൂ. ധാന്യയെ സംബന്ധിച്ച് വളരെ ചെറിയൊരു ഏജിലാണ് അത് പ്രാപ്തമായത്. അത് കുട്ടിയുടെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ബിഗ് സല്യൂട്ട്സ് ധാന്യക്കും ധാന്യയുടെ അമ്മയ്ക്കും എല്ലാവർക്കും. ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ദിവ്യ ഞങ്ങളെ സഹോദരങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ അനിയത്തി എന്ന് തന്നെ പറയാം ദിവ്യയെ. ഉറപ്പായിട്ടും അനിയത്തിയെയും ധാന്യയോടും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഒപ്പം കുട്ടിയുടെ അച്ഛനും ഉമേഷിനോടും താങ്ക് യു. താങ്ക് യു ദിവ്യ മാം ആൻഡ് ധാൻവി. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സ് ആണ്. വോട്ട് ഓഫ് താങ്ക്സ് ചെയ്യാനായി നാദിയ നവാസിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം നാദിയ. Hello everybody, I am Nadia Nawaz. I am studying in 6th class in SNAP School, Kollail, and my hometown is Madatra, Kollam district of Kerala. Today, to mention the vote of thanks in this 13th episode release event of our White Talks. First, I extend my hearty vote of thanks to our Honorable Chief Guest, Professor D. Shofindran Sir, who spared his valuable time and word with us in this occasion. Thank you, sir. Next, I would like to mention the vote of thanks to our little cute and smart India Book of Record holder, dear Dhanvi Umesh, for adding more beauty to this event. Next, my sincere vote of thanks to Binoy sir, who is the founder of White Talks. Thank you, sir. Thank you, dear Vaitsam Sangeetana, for presenting a wonderful White Talk in this event. Thank you, Sangeetana, and thank you, host Sitara. My sincere and lovely thanks to all my dear Vaitsam, Angar Avani Chechi, time manager Anagal Suresh Nair, Ashwin, Aisha, and dear parents for your valuable involvement and presence. Last but not least, I would like to thank your audience, who are the over supporting and our chief of our all the events that God. Thank God. Thank you. Thank you, Nadia. Thank you, Auntie. Thank you, everyone. Thank you. Thank you everyone. ഇനി അടുത്ത ശനിയാഴ്ച 2022 ജനുവരി 1-ാം തീയതി നമ്മൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അതുവരേക്കും wish you a happy new year. Everybody, happy Christmas, happy New Year. Bye. And happy Christmas to everyone. See you next event. Bye.